السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അവന്റെ ദീനിന്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടാനും കേൾക്കാനും അറിയാനും പഠിക്കാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുത്തവും സമയത്തെ ചിലവഴിക്കുന്നതും ഈ സംഘാടനവുമെല്ലാം നാളെ സ്വർഗത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായി, സുഹൃതമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലൂടെയാണ് നമ്മളേവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളും നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ യുദ്ധം ബദറുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ബദർ എന്ന് കേൾക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ്, ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിൽ പതിയുക. ബദറിനെ പല വിഷയത്തിനും പല രൂപത്തിൽ നോക്കിക്കാണുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ബദറിനെ യഥാവിധം നോക്കേണ്ടത് ആ കണ്ണിലൂടെയാണോ എന്ന പരിശോധനയും വായനയും നമ്മൾ നടത്തിയാൽ ബദർ നമ്മോട് പറയുന്നു, അതിൻ്റെ താഴ്വര നമ്മോട് സംസാരിക്കുന്ന ഒരുപാട് മഹനീയ പാഠങ്ങളുണ്ട്. നമുക്കറിയാം, പരിശുദ്ധമായ മദീനയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഒരു പ്രദേശമാണ് ബദർ എന്നത്. പ്രധാനമായും മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള പ്രസിദ്ധമായ ഒരു സ്ഥലം. ആ സ്ഥലത്തെ ഒരു കിണർ, അതിലെ വെള്ളം തെളിമയുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ആ കിണറിലേക്ക് ആളുകൾ നോക്കിയാൽ പൂർണ്ണചന്ദ്രനെ പരിപൂർണമായി കാണാമായിരുന്നു. അങ്ങനെയാണ് ആ പ്രദേശത്തിന് ബദർ എന്ന് പേര് പറയപ്പെട്ടത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആ കിണറിൻ്റെ ആകൃതി ബദറിൻ്റെ അഥവാ വട്ടത്തിലുള്ള ആകൃതിയായിരുന്നു. അതുപോലെ തന്നെ ബദർ എന്ന പേരിൽ ഒരു വ്യക്തി, അദ്ദേഹമാണ് ആ കിണർ കുഴിച്ചത്, പൂർണ്ണചന്ദ്രൻ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ ബദർ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
സിറിയയിൽ നിന്ന് മക്കയിലേക്കും തിരിച്ചുമെല്ലാം ആളുകൾ കച്ചവടത്തിനായി വഴിയായി കണ്ടിരുന്ന ഒരു കച്ചവട കേന്ദ്രമായിരുന്നു ബദർ. ഇത് ചരിത്ര വായനയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഹിജറയുടെ 2 റമദാൻ മാസം ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ നടന്ന ഇസ്ലാമിക ചരിത്രത്തിലെ 1ാമത്തെ യുദ്ധം വിശുദ്ധ ഖുർആൻ യൗമുൽ ഫുർഖാൻ എന്ന് പേരെടുത്തു പറഞ്ഞു. 8ാം അധ്യായം അതിൻ്റെ 41ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇൻ കുൻതും ആമൻതും ബില്ലാഹ് വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജംആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് വ്യവച്ഛേദിച്ച് നടപ്പിലാക്കിയ ആ ദിവസം, 2 സംഘങ്ങൾ ഏറ്റുമുട്ടിയ ആ ദിവസം അള്ളാഹു തൻ്റെ ദാസന്റെ മേൽ അവതരിപ്പിച്ചതിനും നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ യൗമുൽ ഫുർഖാൻ എന്ന് വിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞു എന്ന് മാത്രമല്ല, ബദർ എന്നത് തന്നെ വിശുദ്ധ ഖുർആൻ അതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. വലഖദ് നസ്സറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ ദുർബലരായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ബദറിന്റെ താഴ്വര നമ്മോട് പറയുന്ന, ആ പ്രദേശം നമ്മോട് പറയുന്ന ചരിത്രങ്ങളിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 3ാം അധ്യായം സൂറത്തുൽ ആൽ ഇംറാൻ അതിൻ്റെ 13ാമത്തെ ആയത്ത് ഇപ്രകാരമാണ്: ലഖദ് കാന ലക്കും ആയ, നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഫീ ഫിഅതൈനിൽ തഖത, ഏതിൽ ഏറ്റുമുട്ടിയ ആ 2 വിഭാഗങ്ങൾ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. അപ്പോൾ ബദറിന്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ വായിക്കണം, അറിയണം, ഓർക്കണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന യാഥാർത്ഥ്യമാണ്. ഇനി സഹോദരങ്ങളെ, ബദറിന്റെ മുമ്പ് തന്നെ ധാരാളം ചെറിയ ചെറിയ സൈനിക നീക്കങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. റാബിക്കിൽ വെച്ച്, അതുപോലെ തന്നെ മക്കയുടെയും മദീനയുടെയും ഇടവഴികളിൽ വെച്ച് പല സൈനിക ചെറിയ ചെറിയ നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു യുദ്ധമായി പരിവർത്തനപ്പെടാതെ അവസാനം ചില കരാറുകളൊക്കെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ കരാറുകൾ നടപ്പിലാക്കി പിരിയുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ബദർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മദീനയുടെ നേതാവാണ്. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് അബൂജഹലും ഉഖബയും അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ മതത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾക്ക് നിങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുകയാണല്ലേ, അവർക്ക് നിങ്ങൾ അഭയം കൊടുത്തിരിക്കുകയാണോ, സഹായ സഹകരണങ്ങൾ നിങ്ങൾ നൽകിയിരിക്കുകയാണോ, എന്നിട്ടിതാ താങ്കൾ ഇവിടെ നിർഭയനായി കഅബ തവാഫ് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് ഭീഷണിയുടെ സ്വരത്തിൽ അവർ പറയാണ്, താങ്കൾ എങ്ങാനും ഉമയ്യത്തിന്റെ അതിഥിയായിട്ടല്ലാതെയാണ്, ഉമയ്യത്ത് എന്ന് പറഞ്ഞാലും ശത്രുഭാഗത്തുള്ള ആളാണ്, മുശ്രിക്കാണ്, ആ ഉമയ്യത്തിന്റെ അതിഥിയായിട്ടല്ലാതെയാണ് ഇവിടെ വന്നതെങ്കിൽ താങ്കൾ ഒരിക്കലും ഇവിടുന്ന് തിരിച്ചു പോകുമായിരുന്നില്ല. അതിന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് തന്നെ തിരിച്ചടി കൊടുത്തു. നിങ്ങൾ എൻ്റെ ഈ തവാഫ് തടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ നഷ്ടമുണ്ടാകുന്ന പല തടസ്സങ്ങളും ഞാൻ ഉണ്ടാക്കി വെക്കുമെന്ന് അദ്ദേഹം അടിക്കുകയും ആ നിലയിൽ ഈ ബദറിന് മുമ്പ് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. അഥവാ അൻസ്വാരികളായ മദീനക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മക്കക്കാരെ തടയുക എന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. വളരെ എളുപ്പത്തിൽ അവർക്ക് അത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ബദർ നടക്കാനുള്ള സാഹചര്യം നമ്മൾ വായിക്കുമ്പോൾ മക്കയിൽ നിന്നൊരു കച്ചവട സംഘം ഷാമിലേക്ക് പോയിട്ടുണ്ട്.
അത് അബൂ സുഫിയാനിന്റെ വലിയ കച്ചവട സംഘമാണ്. ആ കച്ചവട സംഘം പോയിട്ടുള്ളത് അതിലൂടെ കിട്ടുന്ന ലാഭം തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും ഉന്മൂലനം ചെയ്യണമെന്നതാണ് അതിന്റെ ലക്ഷ്യം. ഒരുപാട് സമ്പത്തും കച്ചവട ചരക്കുകളും ചരിത്രത്തിൽ കാണാം. 1000 ഒട്ടകങ്ങൾ അബൂ സുഫിയാൻ കൊണ്ടുപോയിട്ടുണ്ട്. 50,000 ദീനാറുകളുണ്ട്. 30-40 ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കച്ചവട സംഘം തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായും അവർ മക്കയിലേക്ക് എത്തിയാൽ അതിലൂടെ കിട്ടുന്ന ലാഭം കൊണ്ട് മദീനക്കാരെ ആക്രമിക്കാം എന്നതാണ് അബൂ സുഫിയാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവാദം കൊടുത്തത് ആ കച്ചവട സംഘത്തെ തടുക്കണമെന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികളുടെ കച്ചവട സംഘം വരുന്നുണ്ട് എന്ന് സ്വഹാബത്തിനോട് പറയുമ്പോൾ പ്രവാചകൻ പറഞ്ഞ വാക്ക് കാണാം, അതിൽ സമ്പത്തുണ്ട്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അധീനപ്പെടുത്തി തന്നേക്കാം, അതുകൊണ്ട് വാഹനമുള്ള എല്ലാവരും അങ്ങോട്ട് പുറപ്പെടണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരുടെ കയ്യിലാണോ വാഹനമുള്ളത് അവർ പുറപ്പെടണം. എന്തിന്? ആ കച്ചവട സംഘത്തെ തടുക്കണമെന്ന ലക്ഷ്യം മാത്രമാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ തബൂക്ക് യുദ്ധത്തിൽ നിന്നല്ലാതെ ഞാൻ പിന്തിരിഞ്ഞു പോന്നിട്ടില്ല. പക്ഷെ ഞാൻ ബദറിലും പങ്കെടുത്തിട്ടില്ല. പക്ഷെ ബദറിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെയും ആക്ഷേപിച്ചിട്ടില്ല. കാരണം എന്തേ? ബദർ യുദ്ധം കൊതിച്ചിട്ടല്ല പ്രവാചകൻ നീങ്ങിയിട്ടുള്ളത്, മറിച്ച് ആ കച്ചവട സംഘത്തെ തടുക്കണം എന്നതായിരുന്നു പ്രവാചകന്റെ ലക്ഷ്യമെന്ന് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നോക്കൂ, ഹിജ്റയുടെ 2 റമദാൻ മാസത്തിൽ ഒരു ശനിയാഴ്ച ദിവസം സ്വഹാബത്ത് അവിടേക്ക് പുറപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മദീനയിൽ നമസ്കാരത്തിന് വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അബൂ ലുബാബ അൽ അൻസാർ റളിയല്ലാഹു അൻഹുവിനെ മദീനയുടെ ചുമതല ഉത്തരവാദിത്വം കൊടുത്തു. എന്നിട്ട് 310 എന്നും 319 എന്നും 317 എന്നും 313 എന്നും റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ 300 ചില്ലാനം വരുന്ന ആളുകൾ പുറപ്പെടുകയാണ് 150 കിലോമീറ്റർ അകലെയുള്ള ബദറിലേക്ക്. ആ ആളുകളിൽ 86 മുഹാജിറുകളുണ്ട്, 61 പേർ ഔസ് ഗോത്രക്കാരാണ്, 170 പേർ ഖസ്റജ് ഗോത്രക്കാരാണ്. അഥവാ അൻസാറുകളാണ് ഏറ്റവും കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പുറപ്പെടുന്നതിന്റെ മുന്നേ തന്നെ എന്താണ് വഴിയിലെ കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ട് 2 ആളുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഒന്നാമത്തെ പാഠം കിട്ടും. അഥവാ ബദറിൽ നിന്ന് നമ്മൾ വായിക്കേണ്ട ഒന്നാമത്തെ ഒരു പാഠം എന്ന് പറഞ്ഞാൽ, കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടുള്ളത്. ഇത് പ്രവാചകന്റെ ഹിജ്റയും നമ്മൾ പരിശോധിച്ചാൽ പ്രവാചകൻ സഞ്ചരിക്കുന്ന വഴി മാറി സഞ്ചരിച്ച്, അഥവാ മദീനയിലേക്കുള്ള വഴി നേർവഴിയാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്കുള്ള വഴിയായി സ്വീകരിച്ചത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഭൗതികമായി അവൻ ചെയ്തു വെക്കുക എന്നത് ബദർ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ഒരു പാഠമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ എല്ലാ കാര്യങ്ങളും തർത്തീബാക്കി ബദറിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്. 2 പേരെ ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പറഞ്ഞയക്കുകയും ചെയ്തു. ഇനി ആ പോകുന്ന യാത്രാ സംഘത്തിന്റെ പ്രത്യേകത, അധിക പേരും കാൽനടയാണ്. എന്നതിനധികം 2 കുതിരയാണ് ആകെയുള്ളത്, 70 ഒട്ടകങ്ങളാണ്, 100 അങ്കികളാണ്. 3 ആളുകൾക്ക് ഒരു ഒട്ടകം എന്ന നിലയിലാണ് പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും യാത്ര. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ പോകുന്നത് മാറി മാറി ഊഴം വെച്ച് ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ടാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ മർസദ് ഇബ്നു അബി മർസദ് റളിയല്ലാഹു അൻഹുവും ഒരു ഒട്ടകത്തിന്റെ പുറത്താണ്. റസൂലുള്ളാഹി അടക്കം 3 ആളുകൾക്ക് ഒരു ഒട്ടകമുണ്ട്. അപ്പൊ മണൽപ്പരപ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര കണ്ടിട്ട്
ഇവർ പറഞ്ഞു, റസൂലേ, താങ്കൾ ഒട്ടകപ്പുറത്ത് കയറിക്കോളൂ, ഞങ്ങൾ നടന്നുകൊള്ളാം, താങ്കളുടെ പിറകാലെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളെ പോലെ തന്നെ അള്ളാഹുവിന്റെ പ്രതിഫലം ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നേക്കാൾ ശക്തരല്ല നിങ്ങൾ. അതുകൊണ്ട് മാറി മാറി നമുക്ക് ഊഴം വെച്ച് അനുസരിച്ച് യാത്ര തുടരാം എന്ന് പറഞ്ഞ് മണൽപ്പരപ്പിലൂടെ നടന്നും ഒട്ടകത്തിന്റെ പുറത്തുമെല്ലാം കയറിയിട്ടാണ് സ്വഹാബികളും പ്രവാചകനും ബദറിലേക്ക് യാത്ര തിരിക്കുന്നത്. എന്നാൽ മറുഭാഗത്താകട്ടെ അബൂ സുഫിയാനെ സംബന്ധിച്ചിടത്തോളം നല്ല ജാഗ്രതയുള്ള, ബുദ്ധിയുള്ള, നല്ല ശ്രദ്ധയുള്ള വ്യക്തിയാണ്. അദ്ദേഹം വഴിയിൽ വെച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു എന്ന വിവരം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അതെങ്ങനെയാ കിട്ടുന്നത്? ആ കിട്ടുന്ന വേളയിൽ തന്നെ ലംലം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അബൂ സുഫിയാൻ മക്കയിലേക്ക് പറഞ്ഞയക്കാൻ. എന്താ ലംലമിന്റെ പ്രത്യേകത? ഒരു ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടാക്കി, ബഹളമുണ്ടാക്കി അദ്ദേഹം ആളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മക്കയിൽ. എങ്ങനെ? എൻ്റെ ഒട്ടകത്തിന്റെ മൂക്ക് ചെത്തി. ആ മൂക്ക് ചെത്തിയിട്ട് രക്തമൊലിക്കുന്ന മൃഗവുമായിട്ട്, വലിച്ചു കീറിയ വസ്ത്രവുമായിട്ട്, അപകടം സൂചിപ്പിക്കുന്ന നിലയിൽ അദ്ദേഹം മക്കക്കാരുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറയാണ്, അല്ലത്തീം അല്ലത്തീം, ഇതാ നമുക്ക് വല്ലാത്ത നാശവും അപകടവും വന്നിരിക്കുന്നു. അഥവാ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടുക്കുവാൻ വേണ്ടി പ്രവാചകനും തന്റെ അനുയായികളും പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ഇദ്ദേഹം എന്തു ചെയ്യാണ്? മക്കക്കാരെ അറിയിച്ചു കൊടുക്കുകയാണ്. അവിടെയാണ് അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം കേട്ട ഉടനെ തന്നെ അബൂജഹൽ പറഞ്ഞു, എല്ലാവരും പുറപ്പെടണം, എല്ലാവരും പുറപ്പെടണം, ഒരാൾക്കും ഒഴിവ് കഴിവില്ല. ഇവിടെയാകട്ടെ പ്രവാചകൻ പറഞ്ഞത് ആരുടെ കയ്യിലാണോ വാഹനമുള്ളത് അവര് പുറപ്പെടുക. അബൂജഹലാകട്ടെ പറഞ്ഞത് ഒരാൾക്കും ഒഴിവ് കഴിവില്ല എന്ന് പറഞ്ഞ് എല്ലാവരോടും പുറപ്പെടാനുള്ള വിളംബരം നടത്തിയപ്പോ 1300 ആളുകളാണ് മക്കയിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെട്ടു വരുന്നത്. 1300 ആളുകൾ. അവർക്ക് 100 കുതിരകളാണുള്ളത്, 600 700 പടയങ്കികളാണുള്ളത്. ഒട്ടകത്തിന്റെ കണക്കില്ല, ധാരാളക്കണക്കിന് ഒട്ടകങ്ങൾ അവരുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ പ്രോത്സാഹനം നൽകാനുണ്ട്. അങ്ങനെ വലിയ ഒരു അഹങ്കാരത്തിന്റെ പട അവിടുന്ന് പുറപ്പെടുകയാണ്. ഈ ലംലമിന്റെ വാക്ക് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. എന്നാൽ അബൂ സുഫിയാനെ സംബന്ധിച്ചിടത്തോളം യാത്രയിൽ ഉടനീളം അബൂ സുഫിയാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വഴിയിൽ വല്ല തടസ്സങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചു പോകുന്ന സമയത്താണ് ഒരു ജലതടാകത്തിന്റെ അടുക്കൽ വെച്ച് മുജിദ്ദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അബൂ സുഫിയാൻ കണ്ടു. അബൂ സുഫിയാൻ ചോദിക്കാണ്, ഈ വഴിയിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ആരെയും കണ്ടിട്ടില്ല. എന്നാൽ 2 യാത്രക്കാർ ഈ വഴിയിലൂടെ വന്നിരുന്നു. അവരതാ ഈ തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ച്, ഒട്ടകത്തിനെ കൊണ്ട് വെള്ളം കുടിപ്പിച്ച് അവരിങ്ങനെ യാത്ര പോയി. വേറൊരു അപകടവും ഈ വഴിയിലില്ല എന്ന് പറഞ്ഞപ്പോ അബൂ സുഫിയാൻ ചോദിക്കാണ്, ആ ഒട്ടകം നിന്ന സ്ഥലം എവിടെ? ആ ഒട്ടകം നിന്ന സ്ഥലം എവിടെ? അബൂ സുഫിയാൻ ആ ഒട്ടകം നിന്ന സ്ഥലം കാണിച്ചു കൊടുത്തപ്പോ അവിടെ ചെന്ന് പരിശോധിക്കണം അബൂ സുഫിയാൻ. ഒട്ടകത്തിന്റെ കാലുകൾ പരിശോധിച്ചു, ഒട്ടകത്തിന്റെ കാഷ്ടം കയ്യിലെടുത്ത് പരിശോധിച്ചിട്ട് അബൂ സുഫിയാൻ പറയാണ്, ഇത് മദീനയിലെ കാരക്ക തിന്ന, മദീനയിലെ ഈത്തപ്പഴം തിന്ന ഒട്ടകമാണ്, ഇത് പ്രവാചകന്റെ ഒട്ടകങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് ഒരിക്കലും യോജിച്ച കാര്യമല്ല എന്ന് പറഞ്ഞ് വഴി മാറി അബൂ സുഫിയാൻ മക്കയിലേക്ക് യാത്ര പോയി. അബൂ സുഫിയാന്റെ ബുദ്ധി നമ്മൾ ആലോചിക്കണം. പിന്നീട് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? റളിയല്ലാഹു അൻഹു എന്ന് പറയണം. ഒട്ടകത്തിന്റെ കാഷ്ടം എടുത്തിട്ട് ഇത് പരിശോധിച്ചിട്ടാണ് പറയുന്നത്, ഇത് മദീനയിലെ കാരക്ക തിന്ന ഒട്ടകാണ്. ഈ സഹോദരങ്ങളെ, നമ്മൾ ഉഹുദിലേക്ക് വന്നാലും 2 വ്യക്തികളാണ് ഉഹുദിലെ 70ഓളം ആളുകളുടെ മരണത്തിന്റെ കാരണം. ആരാ? ഒന്ന് അബൂ സുഫിയാനാണ്, 2 ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആണ്. 2 പേരും ഇസ്ലാമിലേക്ക് കടന്നു. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നൊരു പാടുണ്ട്. എത്ര വലിയ ശത്രുവാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിനെ കരുതിയാൽ പിന്നീട് അവന്റെ കഴിഞ്ഞതെല്ലാം എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നതാണ്.
തീർന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് എത്തുമ്പോൾ പിന്നീട് കാണുന്നത് അബൂ സുഫിയാന്റെ സൈന്യത്തെയല്ല, കച്ചവട സംഘത്തെയല്ല. നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാനുള്ള കഴിവില്ല. കാരണം അബൂ സുഫിയാൻ രക്ഷപ്പെട്ടത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ ആ വഴിയിലൂടെ പിന്നീട് വരുമായിരുന്നില്ല. പക്ഷെ പ്രവാചകൻ വന്ന് പെട്ടത് ആരുടെ മുന്നിലാണ്? അബൂജഹലിന്റെ മുന്നിലാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾ എന്താ പറയാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇപ്പോഴും എല്ലാതും നടക്കാനിരിക്കുന്നതും നടന്നതും എല്ലാം അറിയാനുള്ള കഴിവുണ്ട് എന്നാ പറയാം. എന്നാ വിശുദ്ധ ഖുർആൻ തന്നെ പ്രവാചകനോട് പറഞ്ഞ കാര്യം എന്താ അറിയോ? ഖുൽ ലാ അംലികു നഫ്സി നഫ്അൻ വലാ ദർറ. പ്രവാചകനെ പറയണം, എനിക്ക് എന്റെ ശരീരത്തോട് തന്നെ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല. വലൗ കുൻത അലമുൽ ഗൈബ്, എനിക്കെങ്ങാനും അദൃശ്യ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ വമാ മസ്സനിയ സൂഅ്, ഞാൻ നന്മയിൽ മുന്നേറുമായിരുന്നു, തിന്മ എന്നെ ബാധിക്കില്ലായിരുന്നു. അദൃശ്യ കാര്യങ്ങൾ എനിക്ക് അറിയുമായിരുന്നെങ്കിൽ ഞാൻ നന്മയിൽ മുന്നേറും, തിന്മ എന്നെ ബാധിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദൃശ്യം അറിയാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ ഒരു കല്യാണത്തിന്റെ സദസ്സിലേക്ക് ചെന്നപ്പോ അവിടുത്തെ കുട്ടികൾ പാട്ടുപാടിയത്, നാളുകളുടെ കാര്യം അറിയാനിരിക്കുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നാണ്. പ്രവാചകൻ പറഞ്ഞു, ആ വഴി പറയാൻ പാടില്ല, നാളെയുടെ കാര്യം എന്ത് എന്ന് എനിക്കറിയില്ല. നാളെ എന്ത് നടക്കുന്നു പടച്ചോന് മാത്രമേ അറിയൂ. അപ്പൊ പ്രിയപ്പെട്ടവരെ, അബൂ സുഫിയാൻ അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, കടൽ മാർഗത്തിലൂടെ, കടലിന്റെ തീരത്തിലൂടെ അദ്ദേഹം വേഗം തെളിച്ച് എന്റെ യാത്രാ സംഘത്തെ എല്ലാ നിരക്കും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. എന്നിട്ട് അബൂ സുഫിയാൻ ഖൈസ് ബിൻ ഇംറുൽ അൽ ഖൈസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു കത്ത് കൊടുത്തയച്ചു. എങ്ങോട്ട്? അബൂജഹലിന്റെ സൈന്യത്തിലേക്ക്. എന്താ കത്തിലുള്ളത്? നിങ്ങളുടെ കച്ചവട സംഘം സമ്പത്തും എല്ലാം സുരക്ഷിതമായി ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇനി താങ്കൾ ഒരിക്കലും യുദ്ധം ചെയ്യേണ്ടതില്ല. നിങ്ങൾ എന്റെ സമ്പത്ത് രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ അതെല്ലാം അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മക്കയിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക, തിരിച്ചു പോരണം എന്നാണ് അബൂജഹലിനോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നോക്കണം അബൂജഹലിന്റെ അഹങ്കാരം. അബൂജഹൽ ആ കത്ത് കിട്ടിയപ്പോൾ പറയണം, അള്ളാഹു തന്നെയാണ് സത്യം, ഞങ്ങൾ തിരിച്ചു പോരില്ല. ഒരു 3 ദിവസമെങ്കിലും ഞങ്ങൾ ഇവിടെ താമസിക്കും. ഞങ്ങൾ ഒട്ടകത്തെ അറുക്കും, അതിന്റെ മാംസം കഴിച്ച് അതുപോലെ തന്നെ നൃത്തമാടി ആ മുഹമ്മദിനെയും കൂട്ടരെയും പേടിപ്പിച്ച് ഭയപ്പെടുത്തിയിട്ടല്ലാതെ ഞങ്ങൾ തിരിച്ചു പോരില്ല എന്ന് അബൂജഹൽ അവിടെ വെച്ച് പ്രതിജ്ഞ എടുക്കാൻ. അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ 300 ആളുകളോളം തിരിച്ചുപോയി, മക്കയിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇനി എന്തിന് നമ്മൾ യുദ്ധം ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയാണ് 1000 ചില്ലാനം വരുന്ന ആളുകളായി 1300 ആളുകൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് 1000 ചില്ലാനം വരുന്ന ആളുകളായി ശത്രുക്കൾ മാറിയത്. അവരെ നാശത്തിലേക്കാണ് യഥാർത്ഥത്തിൽ അബൂജഹല് വലിച്ചു കൊണ്ടുപോയത് എന്ന് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ബദറിലെത്തി. സൂറത്തുൽ അൻഫാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇത് അൻതും ബിൽ ഉദ്വത്തി ദുനിയ വഹും ബിൽ ഉദ്വത്തിൽ ഖുസ്വ വറകബു അസ്ഫല മിൻകും. വിശ്വാസികളെ നിങ്ങൾ നിലയുറപ്പിച്ച ആ സന്ദർഭത്തെ നിങ്ങൾ ഓർത്തുകൊള്ളുക. അവിടെ കണ്ണുവെട്ടിച്ചതാ അബൂ സുഫിയാനും സംഘവും രക്ഷപ്പെട്ട സംഭവത്തെയും നിങ്ങൾ ഓർത്തുകൊള്ളണേ. നിങ്ങൾ നിലയുറപ്പിച്ച ആ സന്ദർഭം ഓർക്കണം, ബദറിനെ ഓർക്കണം. നിങ്ങളുടെ കണ്ണ് വെട്ടിച്ച് പോയ ആ സംഘത്തെയും നിങ്ങൾ ഓർക്കണം എന്നാണ്. അഥവാ അബൂ സുഫിയാൻ പോയി, രക്ഷപ്പെട്ടു പോയി. ഇനി സ്വാഭാവികമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം വന്നത് ഇനി എന്ത്? മുന്നിൽ ഇനി എന്താ? വലിയൊരു പടയാണ് അവിടെ വന്നു നിൽക്കുന്നത്. അവിടെയാണ് പ്രവാചകൻ കാര്യങ്ങളെ കൂടി ആലോചിക്കുന്നത്. ഏത് കാര്യവും റസൂലുള്ളാഹിയാണ് എന്ന നിലക്ക് പ്രവാചകൻ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ഇനി എന്ത് എന്ന കൂടിയാൽ നടത്തുമ്പോൾ മുഹാജിറുകൾ അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ തന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു മുന്നോട്ട് തന്നെ എന്തിനും ഞങ്ങൾ തയ്യാറാണ്. ഇതേപോലെ തന്നെ മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ നിങ്ങൾ കാണിച്ചു തന്ന വഴി ഏതാണോ അതിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും.
മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ സമുദായം പറഞ്ഞ വാക്ക് ഞങ്ങൾ പറയില്ല. ഏതാ വാക്ക്? ഇദ്ഹബ് അൻത വറബ്ബുക ഖാതില ഇന്നാ ഹഉനാ ഖാഇദൂൻ. മൂസ, നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് ഒരിക്കലും ആ വാക്ക്, നന്ദികേടിന്റെ വാക്ക് ഞങ്ങൾ പറയില്ല. ഇന്നാ മഅക്കും മുഖാത്തിലൂൻ, താങ്കൾ എങ്ങോട്ടാണോ പോകുന്നത്, അഥവാ യുദ്ധത്തിലാണെങ്കിൽ താങ്കളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഇതെല്ലാം കേൾക്കുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കുന്നുണ്ട്, ഉശീറു അലയ്യ അയ്യുഹന്നാസ്, അശീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? കാരണം അബൂബക്കറും ഉമറും മുഹാജിറാണ്, മക്കക്കാരാണ്. ഇതുപോലെ തന്നെ മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു മക്കക്കാരനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? ആരാണ് ഈ ജനങ്ങൾ? അൻസ്വാറുകളാണ്. കാരണം മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന് അവർ കരാറ് കൊടുത്തിട്ടുള്ളത് മദീനയിൽ പ്രവാചകനെ സംരക്ഷിക്കാമെന്നതാണ്. പക്ഷെ ബദർ മദീനക്കും പുറത്താണ്. അതുകൊണ്ട് അവിടെ എന്നെ സഹായിക്കുമോ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം. ആ സമയത്താണ് മദീനയുടെ നേതാവ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, ലഅല്ലക തുരീദുനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, അഥവാ ഈ അൻസാറുകളാണ് ഉദ്ദേശിക്കുന്നത്? അത് വ്യക്തമാണെങ്കിൽ ഇതാ, ഞങ്ങൾ അങ്ങയെ വിശ്വസിച്ചു, ഞങ്ങൾ അങ്ങയെ സത്യപ്പെടുത്തി, അംഗീകരിക്കാമെന്ന കരാർ ഞങ്ങൾ ഏർപ്പെട്ടു, ഞങ്ങൾ അനുസരിക്കാമെന്ന് കരാർ നൽകിയിട്ടുണ്ട്. ഇനി എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ കൂടെ ഞങ്ങളുണ്ട്. ആ കാണുന്ന കടല് കാണിച്ചിട്ട് സഅദേ, അതിലേക്ക് നിങ്ങൾ ഊഴിയിട്ടിറങ്ങണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനും ഒരുക്കമാണ്. ഞങ്ങൾ ഒരിക്കലും പിന്തിരിയില്ല. ഞങ്ങൾ യുദ്ധത്തിൽ സത്യസന്ധന്മാരാണ്, ഞങ്ങൾ ഭീരുക്കളല്ല. എന്നാലും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു പറഞ്ഞു, താങ്കൾ ഒരിക്കലും ഞങ്ങളുടെ കൂടെ അടർക്കളത്തിലേക്ക് പോരാടാൻ വരരുത്. താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു ചെറിയ ടെന്റ്, ഒരു പന്തൽ കെട്ടും, അങ്ങ് അതിൽ ഇരുന്നാൽ മതി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, പ്രവാചകരെ, ഇനി വിജയമല്ല പരാജയമാണെങ്കിൽ, ഞങ്ങൾ എല്ലാവരും മരണപ്പെട്ടിട്ട് അങ്ങ് ബാക്കിയാകുമെങ്കിൽ താങ്കൾ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകണം. താങ്കൾ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഇവിടെ യുദ്ധമുണ്ട് എന്ന് കരുതാത്ത, വിചാരിക്കാത്ത എത്രയോ ആളുകൾ താങ്കളെ മദീനയിൽ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അവർ താങ്കളെ ഏറ്റവും നല്ല സ്നേഹത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് താങ്കൾ ബാക്കിയായാൽ താങ്കൾ മദീനയിലേക്ക് മടങ്ങണം. അങ്ങ് അവിടെ എത്തിക്കഴിഞ്ഞാൽ താങ്കളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് എന്ന് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം ഇനി പ്രവാചകന് തന്റെ അനുയായികളുടെ കീഴിൽ നിന്ന് യാതൊരു ഭയപ്പാടിന്റെയും പ്രശ്നമില്ല. ഇനി സഹോദരങ്ങളെ, യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. അവിടെ ആഘോഷങ്ങളും അതുപോലെ തന്നെ ആർപ്പുവിളികളും അതുപോലെ തന്നെ അഹങ്കാരവും അടിച്ചു നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തകൂനു, നിങ്ങൾ ഒരിക്കലും ആകരുത്, കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറ വരിആ അന്നാസ് വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് ആളുകളെ തടഞ്ഞ് അഹങ്കരിച്ച് ലോകരെ കാണിച്ച് ഗർവ് നടിച്ച ഒരു പടയെ പോലെ, ഒരു സമൂഹത്തെ പോലെ നിങ്ങളാകരുത്. എന്തേ കാരണം എന്നറിയോ? ഒരു ദിവസം 9 10 ഒട്ടകങ്ങളെ അറുത്ത് അതിന്റെ മാംസം കഴിച്ച് മദ്യം കുടിച്ച് സ്ത്രീകളുടെ നൃത്തമാടിയിട്ട് അവർ പ്രവാചകനെ വളരെ പ്രയാസമില്ലാതെ അല്ലെങ്കിൽ നൊടിയുടെ നേരം കൊണ്ട് വധിച്ചു കളയാം എന്ന് തീരുമാനിച്ചിട്ടിരിക്കാൻ. എന്നാൽ മുസ്ലിമീങ്ങൾ ആ സമയത്തിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തപ്പോൾ പ്രവാചകൻ എനിക്ക് ആ സ്ഥലങ്ങൾ, അഥവാ ആ മക്കയിലെ മുശ്രിക്കുകൾ എവിടെയാണ് മരിച്ചു വിടുക എന്ന് പറയുന്ന ഓരോ സ്ഥലങ്ങളും എനിക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ്. ഇനി നോക്കൂ, ഇവിടെയാണ് വിശ്വാസികൾക്ക് ചില അനുഗ്രഹങ്ങൾ ബദറിൽ കിട്ടി. ആ ബദറിൽ കിട്ടിയ ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു മഴ നൽകി. എന്തിനാ മഴ നൽകിയത്? ഒരു ശാന്തത, ഒരു സമാധാനം, അതുപോലെ തന്നെ എല്ലാ നിലക്കും അവരുടെ കാലുകൾ ഉറച്ചു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഴ നൽകി എന്ന് പറയുന്നുണ്ട്. വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅ ലിയുതഹിറക്കും ബി, അവരെ ശുദ്ധീകരിക്കാൻ, വയുദ്ഹിബ അൻകും റിജ്സ ശയാത്തീൻ, അവർക്ക് പൈശാചികമായ എല്ലാ വിധത്തിലുള്ള മ്ലേച്ഛതകളും വിട്ടുപോകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവരുടെ കാലുകൾ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു മഴ നൽകി സഹായിച്ചു എന്നതാണ്. രണ്ടാമത്തെ അനുഗ്രഹം, ശത്രുക്കളുടെ എണ്ണം കുറച്ച് ഈ മുസ്ലിമീങ്ങളുടെ കണ്ണിൽ അള്ളാഹു കാണിച്ചു കൊടുക്കാൻ. 1000 ഉണ്ടെങ്കിൽ 1000-ലധികം ഉണ്ടെങ്കിൽ
അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ചിട്ടാണ് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തത്. എന്നാലും അലി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ അന്നത്തെ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. പ്രവാചകൻ നമസ്കരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ചരിത്രങ്ങൾ കാണാം, ലമ്മ കാന യൗമു ബദരിൻ നദറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുശ്രിക്കീൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ രാത്രിയിൽ മുശ്രിക്കുകളിലേക്ക് നോക്കാൻ, വഹും അൽഫും വസിയാദ, അവരായിരവും അതിലധികവും ഉണ്ട്. ഫസ്തഖ്ബല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖിബല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിബലക്ക് നേരെ തിരിഞ്ഞു. ഫമദ്ദ യദഹു, പ്രവാചകന്റെ കൈകൾ ഉയർത്തി. വഅലൈഹി ബുർദതൻ, പ്രവാചകൻ തട്ടം ധരിച്ചിട്ടുണ്ട്. ആ തട്ടം ധരിച്ച് കൈകൾ ഉയർത്തി ഖിബലക്ക് നേരെ തിരിഞ്ഞ് പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ. എത്രത്തോളം? ആ യുദ്ധം അവസാനിക്കുന്നത് വരെ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സുജൂദിലായിരുന്നു എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന? അതാണ് ബദറിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെ? നമ്മൾ എല്ലാവരും കേട്ട കാര്യങ്ങളായതുകൊണ്ട് കൂടുതൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അല്ലാഹുമ്മ അൻജിസ് ലി മാ വഅതനി, അല്ലാഹു എനിക്ക് നൽകിയ വാഗ്ദാനത്തെ നീ പൂർത്തീകരിക്കണം. അല്ലാഹുമ്മ ആതി മാ വഅതനി, അല്ലാഹു എനിക്ക് നൽകിയ വാഗ്ദാനം എവിടെയാണ്? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസ്വാബ മിൻ അഹ്ലിൽ ഇസ്ലാം, ഈ കൊച്ചു സംഘത്തെ നീ സഹായിക്കണം. ലാ തുഅബദു ഫിൽ അർളി അബദ, നാളെ നടക്കാനിരിക്കുന്ന ആ യുദ്ധത്തിന്റെ രണഭൂമിയിൽ ഈ കൊച്ചു സംഘമെങ്ങാനും പരാജയപ്പെട്ടാൽ പിന്നെ നിന്നെ മാത്രം ഈ ലോകത്ത് ആരാധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പ്രവാചകന്റെ കൈകൾ ഇങ്ങനെ ഉയർന്നിട്ട് റസൂലുള്ളാഹിന്റെ തട്ടം താഴെ വീഴുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് ആ തട്ടം പ്രവാചകന്റെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചിട്ടിട്ട് പറയുന്നുണ്ട്, റസൂലേ കഫാക്ക, താങ്കൾ മതിയാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾ ഒരിക്കലും പരീക്ഷിക്കില്ല. താങ്കളോട് നൽകിയ വാഗ്ദാനം അത് പൂർത്തീകരിക്കും. അതുകൊണ്ട് താങ്കൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ. അതാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അത്രത്തോളം ഉറങ്ങാതെ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. എന്നിട്ടോ മുസ്ലിമീങ്ങളുടെ പിന്നെ കുടിലുകളിൽ അല്ലെങ്കിൽ ടെന്റുകളിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നു നോക്കാൻ. ആര്? ശത്രുക്കൾ പറഞ്ഞയച്ചിരിക്കാൻ രാത്രി എന്താ ഈ ടെന്റിൽ നടക്കുന്നത്. ആ ടെന്റിൽ നടക്കുന്ന കാര്യങ്ങളെ അന്വേഷിച്ചിട്ട് അബൂജഹലിന്റെ അടുക്കിലേക്ക് ഒരാൾ ചെന്നിട്ട് പറയാണ്, അവര് പിന്നെ ഭയങ്കര ശക്തമേറിയ ഒരു ഭാരം വഹിച്ചുകൊണ്ടാണ്, വിഷമം വഹിച്ചുകൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. അവരാരും മുണ്ടുന്നില്ല. മുസ്ലിങ്ങളെ കുറിച്ച് പറയാം, അവരാരും മുണ്ടുന്നില്ല. നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടിട്ടല്ലാതെ അതിൽ ഒരാളെ പോലും നിങ്ങൾക്ക് കൊല്ലാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക. കാരണം ഈ ടെന്റിൽ പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോടുള്ള തേട്ടങ്ങളാണ് നടക്കുന്നത്. ഇതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതറിയോ, മരണം മണക്കുന്ന ചില പരീക്ഷണങ്ങൾ നിങ്ങളെ തേടിയെത്താനുണ്ട് എന്നാണ് ടെന്റിലെ പരിശോധന കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ അവിടെ ചെന്നിട്ട് പറഞ്ഞത്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധമാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന രീതിയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇതിന്റെ മറുഭാഗത്തോ അബൂജഹൽ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. എവിടെ വെച്ചിട്ട്? ബദറിലേക്ക് പുറപ്പെടുമ്പോൾ കഅബാലയത്തിന്റെ കില്ല പിടിച്ച്, അല്ലെ? ലോകത്ത് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടി പടുത്തുയർത്തിയ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അബൂജഹൽ പ്രാർത്ഥന നടത്തി. അല്ലാഹുമ്മ അഖ്തഅനാ അർറഹിം, അല്ലാഹുവേ ആരാണോ കുടുംബ ബന്ധങ്ങൾ മുറിച്ചത്, വആതാനാ ബിമാ ലാ യഅരിഫു, ഞങ്ങൾക്കറിയാത്ത ആദർശം ആരാണോ പഠിപ്പിച്ചത്, അതുകൊണ്ട് നാളെ നടക്കാനുള്ള യുദ്ധത്തിൽ ആ വ്യക്തിയെ താങ്കൾ മരണപ്പെടുത്തണേ, പരാജയപ്പെടുത്തണേ എന്ന് പറഞ്ഞ അബൂജഹലും ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അപ്പൊ രണ്ടുപേരുടെയും പ്രാർത്ഥന ആരോടാണ് എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിനോടാണ്. പക്ഷെ എന്താ ഇവിടെ പ്രശ്നം? അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ കുടുങ്ങുമ്പോൾ അള്ളാഹിനെ വിളിക്കും. ആ കുടുക്കത്തുനിന്ന് മാറിയാൽ, പ്രയാസത്തിന് മാറിയാൽ അള്ളാഹു എല്ലാത്തവരും വിളിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലെ? വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അവരോട് എന്തിനാണ് ലാത്ത ഉസ്സ മനാത്തമാരെ വിളിക്കണമെന്ന് വെച്ചാൽ അവർ പറയുന്ന വാചകം എന്താ? മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനല്ലാതെ. ഹാഉലാഇ ശുഫാഉനാ ഇന്നല്ലാഹ്, അവർ ഞങ്ങൾക്ക് അള്ളാഹുവിലേക്കുള്ള ശുപാർശക്കാരാണ്,
ഞങ്ങളുടെ കാര്യങ്ങൾ അവരോട് പറഞ്ഞാൽ അവർ ഞങ്ങളുടെ കാര്യം അള്ളാഹുവിലേക്ക് പറയും. അവർക്ക് രണ്ട് അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസമൊന്നുമില്ല. മനസ്സിലാവുണ്ടോ? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നാണ്. അബ്ദുള്ള. വഹി ഇറങ്ങിയ ഒന്നാമത്തെ രാത്രി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്നപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞ വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദ, താങ്കൾ ഒരിക്കലും അല്ലാഹു പ്രയാസപ്പെടുത്തില്ല. വഹി കിട്ടിയിട്ടുള്ളൂ. ആരാ വന്നത്, എന്താ വന്നത് ഒന്നും പറഞ്ഞിട്ടില്ല. പേടിച്ച് പനി പിടിച്ച ശരീരവുമായി വന്നപ്പോ അള്ളാഹു താങ്കളെ ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല. അതേ അള്ളാഹു, അവർക്ക് അള്ളാഹിനെ അറിയാം. മനസ്സിലാവുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഹജ്ജ് അത് ചെയ്തവരായിരുന്നു മക്കത്തെ മുശ്രിക്ക്. അവർക്ക് തൽബിയത്തും ഉണ്ട് അല്ലെ? നമ്മളൊക്കെ തൽബിയത്ത് ചൊല്ലുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, അവരുടെ തൽബിയത്തിൽ ഒരു വാചകമുണ്ട്, ഏതാ? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹു നിനക്കൊരു പങ്കുകാരനുണ്ട്. അതാരാ? നീ അധീനപ്പെടുത്തിയ പങ്കുകാർ. നീ അധീനപ്പെടുത്തിയ പങ്കുകാർ എന്ന് പറഞ്ഞാൽ നീ കൊടുത്ത ആളുകൾ, നീ കഴിവ് കൊടുത്ത ആളുകൾ എന്നാണ് അവരുടെ തൽബിയത്ത്. അപ്പോ ഈ ആദർശമാണ് അബൂജഹലിനുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശമോ കരയിലാകട്ടെ കടലിലാകട്ടെ ഏത് ദുരന്തത്തിലാകട്ടെ അള്ളാഹുവിനെ മാത്രം വിളിക്കണമെന്നതാണ്. ഈ പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവ് ഒരു ഉപദേശം നൽകാൻ, അഥവാ ഒരു സന്തോഷ വാർത്ത കൊടുക്കാൻ നിങ്ങൾ സഹായം തേടിയ, ഇസ്തിഗാസ നടത്തിയ സന്ദർഭം. അപ്പൊ സഹായത്തേറ്റം ഇസ്തിഗാസ ആരോടാണ് എന്നതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമേ ഇല്ല. അത് അള്ളാഹുവിനോടാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞത് സഹായത്തേറ്റം നടത്തിയപ്പോൾ, ആ സഹായത്തേറ്റം നടത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫസ്തജാബ ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നി മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, തുടരെ ഇറങ്ങുന്ന 1000-ലധികം വരുന്ന മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു എന്നതാണ്. ആ ബദറിൽ മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. പിശാചി പിന്തിരിഞ്ഞു ഓടിയിട്ടുമുണ്ട്. പിശാചി പറഞ്ഞ വാചകം വരെ ഇന്നി അറാ മാ ലാ തറൗന ഇന്നി അഖാഫുല്ലാഹ്, നിങ്ങൾ കാണാത്തത് മക്കളെ ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പിശാചി ബദറിൽ നിന്നും തിരിഞ്ഞോടിയ സംഭവം കാണാൻ സാധിക്കും. എന്നതിനധികം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബദർ ദിനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ ജിബ്രീൽ, അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഹാദാ ജിബ്രീലു ആഖിദും ബിറഅസി ഫറസിഹി, ഒരു കുതിരയുടെ തല പിടിച്ചു നിൽക്കുകയാണ്. ജിബ്രീൽ ഒരു കുതിരയുടെ തല പിടിച്ചു നിൽക്കുകയാണ്. പിന്നെ ആ യുദ്ധത്തിൽ അദ്ദേഹം യുദ്ധത്തിന്റെ ആയുധങ്ങൾ അദ്ദേഹം ധരിച്ചിട്ടുണ്ട് എന്നാണ്. ആ മലക്കുകൾ വന്നിട്ടുണ്ട്. ഇത്രത്തോളം ചില സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞത്, ആ സ്വഹാബി കുതിര പുറത്തു പോകുന്നതും അതേസമയം നടക്കുന്നതും ഞങ്ങൾ കണ്ടു. അപ്പൊ ആരാ? ആ സ്വഹാബിയുടെ രൂപത്തിൽ മലക്കുകൾ ബദറിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കണം എന്നറിയോ? അടുത്ത് വന്നൊരു ജിബ്രീൽ ചോദിക്കുകയാണ്, ബദറിൽ നിങ്ങളിൽ നിന്ന് പങ്കെടുത്തവരെ ആരായിട്ടാണ് നിങ്ങൾ പരിഗണിക്കുന്നത്? പ്രവാചകനോട് ചോദ്യം ജിബ്രീലിന്റെ. ബദറിൽ പങ്കെടുത്ത ആളുകൾ നിങ്ങൾ ആരായിട്ടാണ് പരിഗണിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ മുസ്ലിമീങ്ങളിൽ മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ്. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, എങ്കിൽ അതാ വകദാലിക മൻ ശഹിദ ബദറൻ മിനൽ മലായിക, ഇതുപോലെ തന്നെയാണ്, അപ്രകാരം തന്നെയാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകൾ. ബദറിൽ പങ്കെടുത്ത മലക്കുകളെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് ആ മലക്കുകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ് എന്നതാണ്. അപ്പൊ ബദറിൽ മലക്കുകളെ ഇറക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു എന്നാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും മദില്ല, ബദറിൽ നിങ്ങൾ ദുർബലരായിരിക്കെ. എന്താ ദുർബലത എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല. ജീവിതത്തിൽ ആദ്യമായി നോമ്പെടുത്ത ക്ഷീണം. കാരണം ഹിജറ 2-ലാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. യാത്ര ചെയ്ത് വന്നതിന്റെ ക്ഷീണം, നേരം പോലെ വസ്ത്രം ഉടുക്കാനില്ലാത്തവർ, ചെരുപ്പ് ധരിക്കാനില്ലാത്തവർ, ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, പൊട്ടിയ വാളും പരിചയുമായി ബദറിലേക്ക് പോരേണ്ടി വന്ന എത്രയോ പട്ടിണി പാവങ്ങളായ, അല്ലെങ്കിൽ പരാധീനതയുടെ പ്രയാസത്തിന്റെ മുഴുവൻ ഭാരവും ഏറ്റെടുത്ത ഒരു ചെറിയ സമൂഹം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമൂഹത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. എന്തെന്നറിയോ? പ്രവാചകൻ അള്ളാഹുവിനോട് പറയാൻ, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും, അല്ലാഹുവേ ഇവർ കാലിൽ ചെരുപ്പില്ലാത്തവരാണ്, അതുകൊണ്ട് നീ ഇവരെ ചെരുപ്പ് ധരിപ്പിക്കണം. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫഖ്സുഹും, അല്ലാഹുവേ നേരെ ചൊവ്വെ വസ്ത്രം ധരിക്കാനില്ലാത്ത മനുഷ്യരാണ്. ഫഖ്സുഹും, അതുകൊണ്ട് നീ ഇവരെ വസ്ത്രം ധരിപ്പിക്കണം. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ, അതുപോലെ തന്നെ ഇവർ പട്ടിണിയാണ്, അതുകൊണ്ട് അല്ലാഹുവേ ഇവരുടെ വയറ് നീ നിറക്കണേ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ നോക്കിയിട്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കേണ്ടി വന്നത്. അപ്പോ പട്ടിണിയുടെ അല്ലെങ്കിൽ പ്രയാസത്തിന്റെ ഒരു ഭാരം ചുമന്ന ഒരു സമൂഹമാണ് ബദറിൽ നിൽക്കുന്നത്. അല്ലാഹ് പറയാ, ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ ധൈര്യം. നഗ്നവാദരാണെങ്കിലും വസ്ത്രമില്ലെങ്കിലും അതുപോലെ തന്നെ വിശ്വാസം എന്ന കരുത്ത് അവരുണ്ടായത് കൊണ്ട് തന്നെ അവർക്ക് വല്ലാത്തൊരു ധൈര്യം ആ വിഷയത്തിൽ കിട്ടി. യുദ്ധം തുടങ്ങുന്നതിന്റെ മുമ്പ് ഇസ്ലാമിക ചരിത്രത്തിലെ അല്ലെങ്കിൽ ഇസ്ലാമിലെ യുദ്ധം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അങ്ങോട്ട് പോയി ആക്രമിക്കലല്ല. ആദ്യം കുറച്ചാളുകൾ മുന്നിലേക്ക് നിന്ന് ദ്വന്ദ്വ യുദ്ധം നടത്തും. ആ യുദ്ധമെല്ലാം ആരംഭിക്കുന്നതിന് മുന്നേ അസ്വദി എന്ന് പറഞ്ഞ ഒരു മോശം സ്വഭാവമുള്ള ഒരു മുശ്രിക്ക്, അദ്ദേഹം നേരെ വരികയാണ് മുസ്ലിം സമുദായത്തിനടുക്കിലേക്ക്. എന്നാൽ അദ്ദേഹം വാശിയോടുകൂടി പറയാണ്, ആ ജലസംഭരണിയിൽ നിന്ന്, അഥവാ മുസ്ലിങ്ങളുടെ ഭാഗത്തുള്ള ജലസംഭരണിയിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി മരിക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വാശിയോടുകൂടി യുദ്ധം തുടങ്ങുന്നതിന്റെ മുന്നേ വെല്ലുവിളിച്ചു വന്നപ്പോ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് അദ്ദേഹത്തിനെ വെട്ടിവീഴ്ത്തി അദ്ദേഹത്തിന്റെ കഥ കഴിച്ചു. അത്രയും അഹങ്കാരാണ്, അത്രയും ധൈര്യത്തോടു കൂടിയാണ് മുന്നിലേക്ക് വന്നത്. ഇവിടെയാണ് ശത്രുഭാഗത്തു നിന്ന് അവരുടെ 3 തലവന്മാർ, മക്ക കണ്ട ഏറ്റവും വലിയ മുശ്രിക്കുകളുടെ നേതാക്കളാകുന്ന 3 ആളുകൾ, ഒന്നാരാണ് ഉത്ബ, 2 ഷൈബ, 2 വലീദ്. ഇവരെ വല്ലം വേറെ ആൾക്കാരില്ല. ഈ 3 ആളുകൾ ആദ്യം മുന്നിലേക്ക് വരികയാണ്. ആ സമയത്ത് മുസ്ലിമീങ്ങളുടെ ഭാഗത്തുനിന്ന് മുന്നിലേക്ക് നിന്നത് ഔഫും മുഅബ്ബദും അബ്ദുല്ലാഹി റബാഹയുമാണ്. ഈ 3 പേരും അൻസാരികളാണ്, മദീനക്കാരാണ്. അപ്പൊ ഇവര് ചോദിക്കാണ്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഭീരുക്കളായ മനുഷ്യരില്ലേ, മക്കക്കാരില്ലേ, അവരെവിടെ? അവരെയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹംസയെ വിളിച്ചു, അലിയെ വിളിച്ചു, ഉബൈദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഈ 3 ആളുകൾ മക്കക്കാർക്ക് മുന്നിലേക്ക് തന്നെ നിന്നു. ഇനി ആരൊക്കെയാണ് ഏറ്റുമുട്ടുന്നത്? ഹംസ റളിയല്ലാഹു അൻഹു ശൈബയുമായി യുദ്ധം ചെയ്തു, അലി റളിയല്ലാഹു അൻഹു വലീദുമായി യുദ്ധം ചെയ്തു, ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഉഖ്ബയുമായി യുദ്ധം ചെയ്തു. അങ്ങനെ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹു ഞൊടിയുടെ നേരം കൊണ്ട് ശത്രുക്കളെ അവര് വധിച്ചു. എന്നാൽ ഉബൈദ് റളിയല്ലാഹു അൻഹു കുറച്ച് പ്രായമുണ്ട്. അദ്ദേഹം ഉത്ബയുമായി യുദ്ധം ഏർപ്പെടുമ്പോൾ, പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധത്തിൽ പ്രയോഗിക്കാൻ പാടില്ലാത്തൊരു ശൈലി പ്രയോഗിച്ചിട്ട് ഉബൈദ് റളിയല്ലാഹു അൻഹു തുടയിൽ ഒരു ചതിപ്രയോഗം നടത്തി വെട്ടി. അത് കണ്ടപ്പോ അലി റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ഉത്ബയുടെ കഥ കഴിച്ചു. എന്നിട്ട് ഉബൈദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ അടുക്കിലേക്ക് കൊണ്ടുവരിക. പ്രവാചകൻ അടുക്കിലേക്ക് കൊണ്ടുവന്ന് അവിടെ കിടത്തി. റസൂലുള്ളാഹിനോട് ഉബൈദ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, റസൂലേ, എനിക്ക് ആ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദാകണം, സ്വർഗം കിട്ടണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പതാ അതിന് സാധിക്കാതെ എന്നെ ഈ ടെന്റിലേക്ക് പിടിച്ചു കൊണ്ടുവന്നിരിക്കാൻ, എനിക്കിനി ഷഹീദിന്റെ കൂലി കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉബൈദ, നീ എവിടെ കിടന്നു മരിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഷഹീദിന്റെ കൂലി നൽകുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് രക്തരൂക്ഷിതമായ പോരാട്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറയണം, ഖൂമു ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമിയോളം പ്രവിശാലമായ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ മുന്നേറിക്കൊള്ളുക എന്നാണ്. ഇത് കേൾക്കുന്ന സമയം ഉമൈർ ബിൻ ഹുമാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു പ്രവാചകനോട് വന്നിട്ട് ചോദിക്കുക, റസൂലേ, ആകാശഭൂമിയോളം വിശാലമാണോ ഈ സ്വർഗം? റസൂലുള്ളാഹി പറഞ്ഞു, അതെ, ആകാശഭൂമിയോളം വിശാലമാണ്. ബഹിൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ആശ്ചര്യം, അത്ഭുതം തോന്നിയിട്ട് കടിച്ചുകൊണ്ടിരിക്കുന്ന കാരൊക്കെ തുപ്പിക്കളഞ്ഞിട്ട് അദ്ദേഹം പോകുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ്, എന്തേ ആ കാരൊക്കെ തിന്നാത്തത്?
അദ്ദേഹം പറയാം, റസൂലേ, ആകാശഭൂമിയോളം വിശാലമാണ് ആ സ്വർഗമെങ്കിൽ ഈ കാരക്ക തിന്നുന്ന സമയം ഇന്നഹ ലഹയാത്തൻ തുവീല, അത് കുറേ സമയം അങ്ങനെ പോകും. കാരക്ക തിന്നെന്തിനാ ഞാൻ സമയം കളയുന്നത്, അത് വലിയൊരു സമയമല്ലേ എന്ന് പറഞ്ഞിട്ട് ഉമൈർ ബിൻ ഹുമാം എന്ന് പറയുന്ന വളരെ പ്രായം കുറഞ്ഞ ഒരു കുട്ടിയാണ് പ്രിയപ്പെട്ടവരെ യുദ്ധത്തിന്റെ രണഭൂമിയിലേക്ക് എടുത്തു പോകുന്നതും ബദരീങ്ങളിൽ അദ്ദേഹം ഉൾപ്പെടുന്നത്. അദ്ദേഹം ആ യുദ്ധത്തിൽ മരണപ്പെട്ടു. ഇനി മുആദ് ബിൻ അഫ്ര, മുഅബ്ബദ് ബിൻ അംർ ബിൻ ജമൂഹ് എന്ന് പറയുന്ന രണ്ട് കുട്ടികളുണ്ട്. ആ രണ്ട് കുട്ടികളുടെ പ്രത്യേകത നമ്മൾ നോക്കിയാൽ ചെറിയ പ്രായമാണ്. ഇവർ അൻസാരികളാണ്. ഇവര് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കാണ്, അമ്മാവ, ആരാണ് ഈ അബൂജഹൽ? അവർക്ക് അറിയില്ല, കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ വ്യക്തി വൈരാഗ്യത്തിന്റെ വിഷയത്തിലല്ല ബദർ, വാശി തീർക്കലല്ല ബദർ. ഇതറിയില്ല. ആദർശത്തിന്റെ ശത്രുവാണ് എന്നറിയാം, വാചകനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നറിയാം. ഇതാരാണ് എന്ന് അന്വേഷിച്ചപ്പോ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു പറയാണ്, ഞാൻ ആ കുട്ടികൾക്ക് അബൂജഹലിനെ കാണിച്ചു കൊടുത്തു. ചീറിയടുത്ത് ആ കുട്ടികൾ അബൂജഹലിനെ കൊന്നിട്ട് ആ വാളുമായിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് ഓടാണ്. നിന്യമായ മരണം അബൂജഹലിന് കൊടുത്തു, രണ്ട് ചെറിയ കുട്ടികളുടെ കരങ്ങൾ കൊണ്ട്. രണ്ടുപേരും തർക്കിക്കാൻ, ഞാനാണ് അബൂജഹലിനെ കൊന്നത്, ഞാനാണ് കൊന്നത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാള് കാണിച്ചു തരാൻ പറഞ്ഞു. അബൂജഹലിന്റെ ചോരയൊഴിക്കുന്ന വാളുണ്ട്. പ്രവാചകൻ പറയാണ്, നിങ്ങൾ രണ്ടുപേരുമാണ് കൊന്നത് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടികൾക്ക് ഉപദേശം കൊടുത്തതിൽ ആ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു എന്നാണ്. ബദറിന്റെ രണഭൂമിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബാക്കൾ കാണുന്നത് ഒരു ഭ്രാന്തനെ പോലെയാണ്. ബിലാൽ വാളേന്തി വിളിച്ചു പറയാൻ, ലാ നജൗതു ഇൻ നജാ, ഉമയ്യത്ത് രക്ഷപ്പെട്ടാൽ ഞാൻ രക്ഷപ്പെടില്ല. കാരണം ഉമയ്യത്ത് എന്ന് പറഞ്ഞാൽ ബിലാലിനെ അത്രത്തോളം ദ്രോഹിച്ച യജമാനനാണ്. മക്കയിൽ ബിലാലിനെ ദ്രോഹിക്കാവുന്നതിന്റെ പരിധിക്കപ്പുറം ദ്രോഹിച്ചു. ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്ന മലക്ക് മുകളിൽ നിന്ന് ബിലാലിനെ വീപ്പയിലാക്കി താഴത്തേക്ക് ഉരുട്ടിയത്, ഒരു മലക്ക് മുകളിൽ കയറ്റിയിട്ട് വീപ്പയിലാക്കി താഴത്തേക്ക് ഉരുട്ടും. വസ്ത്രം അഴിച്ച് വലിയ പാറക്കല്ല് അദ്ദേഹത്തിന്റെ പുറത്ത് കയറ്റി പോകും. ചാട്ടവാറ് കൊണ്ട് ശക്തമായി തല്ലും. ദാഹിച്ചു വലഞ്ഞ് ബിലാൽ വെള്ളം ചോദിക്കുമ്പോ വായിലേക്ക് കാർക്കിച്ച് തുപ്പും. ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ നടത്തിയ ഉമയ്യത്ത്, ആ ഉമയ്യത്തിനെ കുറിച്ച് ബിലാൽ പറയണം, ഉമയ്യത്ത് രക്ഷപ്പെട്ടാൽ പിന്നെ ബിലാൽ ബദർന്ന് പോരൂല എന്ന് പറഞ്ഞ അവസാനം ഉമയ്യത്തിന്റെ കഥ കഴിച്ചത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇങ്ങനെ ഒരുപാട് രംഗങ്ങൾ നമുക്ക് ബദറിൽ കാണാം. മഹാനായ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ അനുജനുണ്ട്, ഉമൈർ ബിൻ അബി വക്കാസ് ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് ഇങ്ങനെ ആളെ വിളിച്ചപ്പോ അദ്ദേഹത്തോട് വീട്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞു. കാരണം പ്രായം ചെറുതായിരുന്നു. അപ്പോ ഉമൈർ ബിൻ അബി വക്കാസ് പ്രവാചകന്റെ കണ്ണിൽ പെടാതെ മാറി മാറി ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോ ജ്യേഷ്ഠൻ ചോദിക്കാൻ, എന്താ ഉമൈർ പ്രവാചകന്റെ മുന്നിലേക്ക് വരാതെ ഇങ്ങനെ മാറി നടക്കുന്നത്? അപ്പൊ അദ്ദേഹം പറയാം, റസൂലുള്ളാഹി എങ്ങാനും കണ്ടാൽ എന്നെ വീട്ടിലേക്ക് തിരിച്ചു വിടും, അത് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ മാറി നടക്കുന്നത് എന്ന് പറഞ്ഞ ആ കുട്ടി യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ കുട്ടിയും ഷഹീദാകുന്നുണ്ട് എന്ന് നമുക്ക് ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ബദറിൽ നമുക്ക് വലിയ പാടുണ്ട്. എന്നറിയോ, ശത്രുക്കൾ എങ്ങനെ പരസ്പരം ഏറ്റുമുട്ടി എന്ന് ചോദിച്ചാൽ രണ്ട് ചോരകൾ തമ്മിലാണ് ബദറിൽ ഏറ്റുമുട്ടിയത്. ഒരു ഭാഗത്ത് മകനുണ്ടെങ്കിൽ മറുഭാഗത്ത് വാപ്പുണ്ട്. നോക്ക് നിങ്ങൾ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അൽ ജറാഹ് എന്നവർ യഥാർത്ഥത്തിൽ ശത്രുക്കളുടെ ഭാഗത്തായിരുന്നു. അബൂ ലുബാബ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പിതാവുമായിട്ടാണ് ബദറിൽ പോരാടിയിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ അമ്മാവൻ അൽ ആസ് ബിൻ ഹിഷാമുമായിട്ടാണ് അദ്ദേഹം പോരാടിയത്. എന്നിട്ട് പറയാണ്, ഞാൻ എന്റെ അമ്മാവനെ വകവരുത്തി, എനിക്ക് മുശ്രിക്കോട് യാതൊരു പ്രതിബദ്ധതയുമില്ല എന്ന്, അവരോട് സ്നേഹമില്ല എന്ന് എന്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിച്ചിരിക്കുന്നു. എന്റെ ഹൃദയത്തിൽ അവരോട് യാതൊരു വിധത്തിലുള്ള മമതയുമില്ല, ഒരു ഇഷ്ടവുമില്ല എന്ന് പറഞ്ഞ് സ്വന്തം അമ്മാവനെതിരെ വാളെടുത്തത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു, മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനുണ്ട്, അനുജനുണ്ട്. ആരാണ്? അബൂ അസീസ് ബിൻ ഉമൈർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അഥവാ സഹോദരൻ ശത്രുക്കളുടെ ഭാഗത്താണ്, മിസ്അബ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളുടെ ഭാഗത്താണ്. രാത്രി 70ഓളം വരുന്ന ബന്ദികളെ പിടിച്ചപ്പോ ആ കൂട്ടത്തിൽ മിസ്അബിന്റെ സഹോദരനുണ്ട്. അപ്പൊ ഈ ബന്ദികളെ കെട്ടിയിടാണ് രാത്രി. തൂണുകളിൽ ബന്ധിക്കണ സമയത്ത് മിസ്അബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉസ്തുദ് യദൈക ബി, നന്നായി കെട്ടിട്ടോ. ആരെ? സ്വന്തം സഹോദരനെ കുറിച്ച് പറയാം, നന്നായി കെട്ടിട്ടോ.
അവ ചോദിക്കാണ്, മിസ്സബേ നീ എന്നെ കെട്ടിയിടാനാണോ പറയണത്? ഞാൻ നിന്റെ സഹോദരനല്ലേ? അവ പറയാനല്ല, നീയല്ല എന്റെ സഹോദരൻ, ഈ കെട്ടിയിടുന്ന ഈ വിശ്വാസിയാണ് എന്റെ സഹോദരൻ എന്നാണ്. ആദർശത്തിനാണ് ബന്ധം കൊടുത്തത്. മനസ്സിലാവുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹം മുസ്ലിങ്ങളുടെ ഭാഗത്ത്, മകനോ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ ഭാഗത്ത്. ബദർ കഴിഞ്ഞ് മകൻ ഇസ്ലാം സ്വീകരിച്ചു. കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് ബദറിന്റെ ചരിത്രം ഓർക്കുക, രണ്ടാളും വീട്ടിലിരുന്നുണ്ട്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മകൻ പറയാം, അബ്ദുറഹ്മാൻ റളിയല്ലാഹു പറയും, ഉപ്പ ആ ബദറിലുണ്ടല്ലോ, എന്റെ വാളിന്റെ തുമ്പത്ത് പലപ്പോഴും ഞാൻ ഉപ്പാനെ കണ്ടിരുന്നു, പിതാവല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ വിട്ടതാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞ വാചകം തരും, മോനെ ഞാൻ ബദറിൽ ആകെ തെരഞ്ഞത് നിന്നെയായിരുന്നു. ഞാൻ ബദറിൽ ആകെ തെരഞ്ഞത് നിന്നെയായിരുന്നു. അള്ളാഹുവിന്റെ ശത്രുവാണെങ്കിൽ സ്വന്തം മകനാണെങ്കിലും ശത്രുവാണ്. മനസ്സിലാവുണ്ടോ? ഇതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഉഖ്ബയെ കിണറ്റിലേക്ക് ഇടുമ്പോ മകൻ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു സങ്കടത്തോടു കൂടി നോക്കിക്കാണാൻ. ബദറിൽ മരണപ്പെട്ട ശത്രുക്കളെ കിണറ്റിലേക്ക് ഇങ്ങനെ വലിച്ചെറിയാൻ വേണ്ടി കൽപ്പിച്ചപ്പോ ആ കൂട്ടത്തിൽ ഉത്തുബയുണ്ട്. ആ ഉത്തുബയെ കിണറ്റിലേക്ക് ഇടുന്ന സമയത്താണ് അബൂ ഹുദൈഫ മകൻ മുസ്ലിങ്ങളുടെ ഭാഗത്താണ്, അദ്ദേഹത്തിന്റെ കണ്ണ് നനഞ്ഞു. റസൂലുള്ളാഹി ചോദിച്ചു, ഇത്രയും നീചമായ അല്ലെങ്കിൽ നിന്യമായ ഇദ്ദേഹത്തിന്റെ മരണം കണ്ടിട്ടാണോ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ മകൻ പറഞ്ഞെന്നറിയോ, റസൂലേ നല്ല തന്റെ ഇടമുള്ള വ്യക്തിയായിരുന്നു, നല്ല ധൈര്യമുള്ള വ്യക്തിയായിരുന്നു, ഇസ്ലാം കിട്ടിയിട്ടില്ലല്ലോ, ഇങ്ങനെയായല്ലോ ആ മനുഷ്യന്റെ നാശം എന്നതാണ് എന്നെ കരയിപ്പിക്കുന്ന കാര്യമെന്ന്. മനസ്സിലാവുണ്ടോ? അപ്പൊ ബദർ നമ്മോട് പറയുന്ന, ബദറിന്റെ താഴ്വര നമ്മോട് സംസാരിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുടുംബ ബന്ധത്തെക്കാൾ, നമ്മുടെ രക്തബന്ധത്തെക്കാൾ, അതേപോലെ തന്നെ നമ്മുടെ സഹോദര ബന്ധത്തെക്കാൾ, പിതാവാകട്ടെ മാതാവാകട്ടെ സഹോദരങ്ങളാകട്ടെ എന്താകട്ടെ പ്രിയപ്പെട്ടവരെ, ആദർശത്തിന് അവിടെ നമ്മൾ മഹത്വവും വലുപ്പവും കൊടുക്കണമെന്നതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. സഹോദരൻ എന്ന് പറഞ്ഞാൽ ചങ്ങാതി അല്ലല്ലോ, കൂട്ടുകാരനല്ലല്ലോ. ഒരു ആദർശത്തിലുള്ളവർ പ്രിയപ്പെട്ടവരെ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്, തല്ലേണ്ടവരല്ല. ഒരു ആദർശത്തിന് വേണ്ടി പോരാടേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ബദർ അതിന്റെ താഴ്വര നമ്മോട് പറയുന്ന ഏറ്റവും മഹിതമായ ചരിത്രം അതാണ്. ഇത് നോക്കിയ ബദർ നമ്മോട് പറയുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? സ്വർഗത്തിന് വേണ്ടിയുള്ള പോരാട്ടം. സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം. അതിലൊന്ന് ഹാരിസ് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹുവാണ്. ചെറിയ കുട്ടിയാണ്, ബദറിലേക്ക് പോകുന്നതാണ്. രാത്രി ഹൗദിന്റെ അരികിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ചെന്നപ്പോ മുസ്ലിമീങ്ങൾ വിചാരിച്ചു ശത്രുവാണ് എന്ന് വിചാരിച്ചിട്ട് മുസ്ലിം സമൂഹത്തിലെ ആളുകൾ തന്നെ അമ്പ് ചെയ്ത് ആ അമ്പ് ഒളിയമ്പ് ഏറ്റിട്ട് ആ കുട്ടി മരിച്ചു. ആരുടെ കരത്താൽ? മുസ്ലിങ്ങളുടെ കരത്താൽ മരിച്ചു. ശത്രുവാണ് എന്ന് വിചാരിച്ച് അമ്പ് ചെയ്തതാണ്. എന്നിട്ട് ബദർ യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു മടങ്ങാണ്. ആ തിരിച്ചു മടങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഉമ്മ കാത്തിരിക്കണ ആ കൂട്ടത്തിൽ എന്റെ കുട്ടിയുണ്ടോ? മോനെ കാണാനില്ല. അവകൾ വിളിച്ചു പറഞ്ഞു, ഉമ്മ ഹാരിസ മരണപ്പെട്ടിട്ടുണ്ട്, ഹാരിസ മരണപ്പെട്ടിട്ടുണ്ട്, ഒളിയമ്പേറ്റ് മുസ്ലിമീങ്ങളുടെ കരങ്ങളാൽ തന്നെ അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് ആ മഹദി ചോദിക്കുകയാണ്, റസൂലേ എന്റെ മകന് സ്വർഗമുണ്ടോ? എന്റെ മകന് സ്വർഗമുണ്ടോ? സ്വർഗമുണ്ടെങ്കിൽ ആ സങ്കടം ഞാൻ സഹിക്കാം, സ്വർഗമില്ലെങ്കിൽ ഞാൻ എങ്ങനെ സഹിക്കും? റസൂലുള്ളാഹി ചോദിക്കണം, ഉമ്മ നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ എന്താണ് പറയുന്നത്? ഹാരിസക്ക് സ്വർഗമല്ല, ഇന്നഹാ ജിനാനു ഫിൽ ജന്ന, സ്വർഗത്തിൽ ധാരാളം പദവികൾ, ധാരാളം സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയെ റസൂലുള്ളാഹി സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കാൻ. സ്വർഗമുണ്ടെങ്കിൽ ക്ഷമിക്കാം. അതാണ് ഒരു സ്വഹാബിയുടെ കൈ അത് മുറിഞ്ഞിട്ട് ഇങ്ങനെ അറ്റു തൂങ്ങാൻ. ഒരു സ്വഹാബിയുടെ കൈ ഇങ്ങനെ മുറിഞ്ഞിട്ട് അറ്റു തൂങ്ങിയിരിക്കാൻ, സ്വന്തം നിയന്ത്രണത്തിൽ ആ കൈയിനെ പിടിച്ചു വെക്കാൻ കഴിയും. അതിങ്ങനെ ആടിക്കളിക്കുക, അതിങ്ങനെ ആടിക്കളിക്കുക. മറു കൈയിൽ വാളെടുത്ത് അദ്ദേഹം യുദ്ധം ചെയ്യാം. എന്നാണ് സ്വഹാബികളുടെ പ്രത്യേകത. മേത്തുക്ക് എടുക്കുന്ന പരിപാടിയാണെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യാം? വേഗം അവിടെ നിന്നാണ് മുങ്ങലാണ് അല്ലെ? നമ്മളെ തടിയുമ തട്ടണത്, നമ്മളെ സമ്പത്തുമ തട്ടണത്, നമ്മളെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് എന്ത് പണിക്കാണെങ്കിലും നമ്മളെ കിട്ടൂല. നമ്മളെല്ലാം നമ്മളെ തടിമെല്ലാം ഊരിക്കൊണ്ടുപോകും. സഹാബത്തം കാലം മേത്ത് തട്ടണ എല്ലാ പണിയെടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നു? എല്ലാ പണിയെടുത്തു. റസൂലുള്ളാഹി വരെ എടുത്തിട്ടുണ്ട്.
ഈ കൈ ഇങ്ങനെ അറ്റു തൂങ്ങിയപ്പോൾ മറ്റേ കൈ കൊണ്ട് അദ്ദേഹം വാളെടുത്ത് പോരാടാൻ. അപ്പൊ ഈ കൈ ഇങ്ങനെ ആടിക്കളിക്കണോണ്ട് ഇതൊരു തടസ്സമായി. ഓടുമ്പോ മറ്റേ കൈ കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ ഈ കൈ ഒരു തടസ്സമായി എന്താ ചെയ്യുന്ന ഈ കൈ പിടിച്ചിട്ട് തന്റെ തുടയിൽ വെച്ചു. പ്രിയപ്പെട്ടവരെ, ആ തുട അത് നന്നായി ചേർത്ത് പിടിച്ചിട്ട് ആ കൈയോടെ പറിച്ചു മാറ്റി. തുടക്കിടയിൽ വെച്ചത് അമർത്തി പിടിച്ചിട്ട് ആ കൈ പറിച്ചു മാറ്റി. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോയവർ. നമ്മളെപ്പോലെ രക്തവും മജ്ജയും മാംസവും വേദനയും എല്ലാമുള്ള പച്ചയായ മനുഷ്യരുടെ ചരിത്രമാണ്. പക്ഷെ ഇതെന്തെന്ന് വെച്ചാല് അവർക്ക് ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗമായി. നമ്മൾ കാണുന്ന കാഴ്ചയേക്കാൾ മനോഹരമായ കാഴ്ചയിൽ അവർ സ്വർഗത്തെ കണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വാപ്പയും മകനും തർക്കിച്ചത് എങ്ങോട്ട് പോകാൻ അറിയോ? യുദ്ധത്തിലേക്ക് പോകാൻ. എങ്ങനെ? നമ്മൾ ഇന്നും ബദറിലേക്ക് ചെന്നാല് അതിന്റെ ഭാഗത്ത് ആ ശുഹദാക്കളുടെ കബറിടത്തിന്റെ ആ ഭാഗങ്ങളിൽ ഒരു വലിയ ഒരു മാർബിളിൽ 14 ആളുകളുടെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്. 14 ആളുകളുടെ പേര് അതിലുണ്ട്. മഹാനായ സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹുവിന്റെ പേര്. ആരാ സഅദ് ബിൻ ഖൈസമ എന്നറിയോ? ബദർ നടക്കുമ്പോ വീട്ടിലിങ്ങനെ ഇരിക്കുന്നു. റസൂലുള്ളാഹി ഇങ്ങനെ ആളെ വിളിക്കാൻ ശബ്ദം കേട്ടു. വാപ്പ മോനോട് പറയാ, സഅദേ നീ പോയി നോക്കിയിട്ട് വാ, അങ്ങാടി നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, പോയി നോക്കിയിട്ട് വാ. സഅദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഉപ്പാനോട് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നേരെ വാളും പരിചയം എടുത്തിട്ട് പോവുകയാണ്. പിതാവ് ചോദിക്കുക, മോനെ എങ്ങോട്ടാ പോണത്? ആ സമയത്ത് മാപ്പനോട് പറയപ്പ, അള്ളാഹുവിന്റെ റസൂലേ, അത് ബദറിലേക്ക് ആളെ വിളിച്ചിരിക്കാൻ, ആ ബദറിൽ പങ്കെടുത്ത് ഷഹീദായ സ്വർഗമുണ്ടുപ്പ, അതുകൊണ്ട് ഞാൻ പോവാണ്. ആ പറഞ്ഞ വാളും കെടുത്താ രണ്ടാൾക്കും വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയ അവസ്ഥയല്ല. അതുകൊണ്ട് ഞാൻ പോകാം, ഒരവസരം എനിക്ക് താന്നാൻ സമ്മതിച്ചില്ല. മകൻ പറയാൻ, ലൗ കാന ഗൈറൽ ജന്ന, ഉപ്പ സ്വർഗത്തിന്റെ കാര്യമല്ലായിരുന്നുവെങ്കിൽ ഫഅൽതു, ഞാൻ അനുസരിക്കുമായിരുന്നു. പക്ഷെ ഇത് സ്വർഗത്തിന്റെ കാര്യമാണ്, ഉപ്പാനെ അനുസരിക്കൂല. രണ്ടുപേരും അവസാനം നറുക്കിട്ടു. ആ നറുക്കിട്ടപ്പോ മകനാണ് നറുക്ക് വീണത്. എന്നിട്ടോ മകൻ പോവുകയാണ്. നറുക്കുന്ന കൈകളോടെ വാൾ തിരിച്ചു കൊടുത്തു. എന്നിട്ട് തന്റെ പിതാവിനോട് യാത്ര പറഞ്ഞ് മകൻ പോകുന്ന സമയത്ത് വാതിൽ പൊടിയുടെ ചാരത്ത് നിന്ന് പറ്റിപ്പിടിച്ചിട്ട് മഹാനായ ഖൈസമ റളിയല്ലാഹു അൻഹു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അല്ലാഹുവേ, എന്റെ മകൻ സഅദ് നിന്റെ മാർഗത്തിൽ ഇതാ പോകുന്നു, നിന്റെ മാർഗത്തിൽ ഇതാ സഞ്ചരിച്ചു വരികയാണ്. അതുകൊണ്ട് നാളെ സ്വർഗത്തിൽ വെച്ചിട്ടല്ലാതെ അവനെ കണ്ടുമുട്ടാനുള്ള അവസരം ഉണ്ടാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പിതാവിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായി. ഖൈസമ റളിയല്ലാഹു അൻഹുവിനെ ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ വല്ലാത്ത ദുഃഖം. ഉഹുദിന് റസൂലുള്ളാഹി ആളെ കൂട്ടുണ്ടെന്ന് അറിഞ്ഞു. റസൂലുള്ളാഹി എന്നിട്ട് പറഞ്ഞു, റസൂലേ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഇതാ കൊണ്ട് നടക്കുന്നത് സ്വർഗവും അതിനപ്പുറമുള്ള മരണത്തിനപ്പുറമുള്ള ജീവിതം. മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ സ്വപ്നം കാണാം. എന്ത് സ്വപ്നം എന്നറിയോ? മകൻ സഅദ് സ്വർഗത്തു നിന്ന് വിളിക്കുക, അപ്പാനെ, അപ്പാ നിങ്ങൾ വരുന്നില്ലേ എന്ന വിളിയാണ്, സ്വർഗത്തിലേക്ക് വരുന്നില്ലേ എന്ന വിളിയാണ്. പ്രവാചകൻ അടുക്കിലേക്ക് ചെന്നിട്ട് പറയാ, റസൂലേ, എന്റെ മകൻ എന്നെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നുണ്ട്, ഉപ്പാ നിങ്ങൾ വരുന്നില്ലേ എന്ന വിളിയാണ്. അതുകൊണ്ട് ഉഹുദിലെങ്കിലും എനിക്കൊരു അവസരം ഉണ്ടാകും. ചാൻസ് ചോദിച്ചു വാങ്ങാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസരം കൊടുത്തു. അദ്ദേഹം ഉഹുദിൽ പങ്കെടുത്ത് ഷഹീദായി. എന്താണ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം? നോക്കൂ നിങ്ങൾ, ഉഹുദിന്റെ താഴ്വര നമ്മോട് പറയുന്ന മറ്റൊരു വ്യക്തിയാണ് മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു. ആരാ സവാദ് റളിയല്ലാഹു അൻഹു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഫ് നേരെയാക്കുമ്പോ സവാദിനെ ഒരു വടി കൊണ്ട് അടിച്ചിട്ട് പറഞ്ഞു, ഇസ്തവിയ സവാദ്, സവാദ് നേരം പോലെ നിൽക്ക് എന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു ആ വടി കൊണ്ടുള്ള തട്ട് കിട്ടിയപ്പോൾ പറയാം, റസൂലേ, താങ്കൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, താങ്കൾ എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? താങ്കളെ തിരിച്ചടിക്കണം, താങ്കൾ എനിക്ക് പ്രതികാരം ചെയ്യണം. സഹാബത്ത് എല്ലാവരും അന്താളിച്ച് അത്ഭുതപ്പെട്ട് നിൽക്കുക, എന്താണ് ഈ സവാദ് പറയുന്നത്? നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതിയുടെ പ്രവാചകൻ കയ്യിലേക്ക് ആ വടി കൊടുത്തു. അപ്പോൾ സവാദ് പറഞ്ഞു, റസൂലേ, താങ്കൾ എന്നെ എൻ്റെ ശരീരത്തിൽ ആ വടി കൊണ്ട് തട്ടുന്ന സമയത്ത് ഒരു വസ്ത്രത്തിന്റെ മറയു പോലും ഉണ്ടായിരുന്നില്ല, ഒരു നൂലിന്റെ കഷ്ടം പോലും ഇല്ല ഭാഗത്ത്.
അതുകൊണ്ട് താങ്കളുടെ വസ്ത്രവും താങ്കളൊന്ന് പൊക്കിപ്പിടിക്കണം എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വസ്ത്രം പൊക്കിപ്പിടിച്ച് കാണിച്ചു കൊടുത്തു. സവാദ് റളിയല്ലാഹു അൻഹു വടി താഴെയിട്ടിട്ട് പ്രവാചകനെ കെട്ടിപ്പിടിച്ച ആ ഭാഗത്ത് ചുംബിക്കാൻ, എന്നിട്ട് പറഞ്ഞു, റസൂലേ തിരിച്ചു വരുമെന്നറിയില്ല, സവാദ് പോകുന്നത് യുദ്ധത്തിനാണ്, ഇനി എന്താണ് മുന്നിൽ നടക്കുക എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ മരണത്തിന്റെ മുമ്പ് അങ്ങയുടെ ശരീരത്തോട് എന്റെ ശരീരം ഒന്ന് ചേരണം, അങ്ങയുടെ മേനിയോട് എന്റെ മേനി ഒന്ന് ചേരണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് റസൂലേ, അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ബദറിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന തുല്യതയില്ലാത്ത എത്രയോ ചരിത്രങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ചരിത്രങ്ങൾക്കപ്പുറത്ത് ബദറിനെ പലരും പല വിധത്തിൽ വായിക്കുന്നവരുണ്ട്, അല്ലെ? ഇതാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ബദറിനെ ഓർക്കാനുള്ളത്. ഇപ്പൊ നമുക്ക് കിട്ടിയൊരു പാഠം സ്വർഗത്തിന് വേണ്ടി പോകണം, മത്സരിക്കണം എന്നാണ്. ഖുർആനിലെ ഒരു 5 പ്രയോഗം ഉണ്ട്. എന്താ അറിയോ? സാബിഖൂ, സാരിഊ, ഫഫിറൂ, ഫസ്ഔ, ഫലിയതനാഫസിൽ മുതനാഫിസൂൻ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സ്വർഗത്തിലേക്ക്, അല്ലാഹുവിലേക്ക്, പരലോകത്തിന്റെ കാര്യത്തിനാണ്. എന്താ ഫസ്ഔ എന്ന് പറഞ്ഞാൽ? ധൃതി കൂട്ടാൻ. ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലേ? സാബിഖൂ, മുൻകടക്കാൻ. സാരിഊ, വേഗത്തിലാകാൻ. ഫലിയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരം നടത്താൻ. ഫഫിറൂ, ഓടാൻ. ഇതൊക്കെ പറഞ്ഞത് സ്വർഗത്തിന് വേണ്ടി, അള്ളാഹുലേക്ക്, ദിക്റിലേക്ക്, ഒക്കെ ദിക്റിലേക്കും സ്വർഗത്തിലേക്കും അള്ളാഹുലേക്കാണ്. ഈ ദുനിയാവിനോട് നമ്മൾ എന്താ പറഞ്ഞതോ? ഫംഷു, നടന്നോളൂ. ദുനിയാവിന് വേണ്ടി ഫംഷു, നിങ്ങൾ നടന്നോളൂ. അപ്പുറത്തോ ഫഫിറു, ഓടിക്കോളൂ. ഇതാണ് സ്വഹാബത്ത് സ്വർഗത്തിലേക്ക് ഓടിയത്. സ്വർഗത്തിലേക്ക് അവർ നടന്നിട്ടല്ല പോയത്, അവർ സ്വർഗത്തിലേക്ക് കുതിച്ചവരാണ്, മത്സരിച്ചവരാണ്. ആരെയും അവർ നോക്കിയില്ല. ഇനി നോക്കേ, ഈ ബദറിൽ പങ്കെടുക്കാൻ കഴിയാത്ത മറ്റൊരു വ്യക്തിയുണ്ട്. ആരെന്നറിയോ? അംർ ഇബ്നു ജുമൂഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ബദറിലേക്ക് പോരാൻ വന്നപ്പോൾ മക്കൾ പിടിച്ചിർത്തി, ഉപ്പാങ്ങൾ പോകണ്ട. 4 ആൺകുട്ടികളുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ പോകാം. ഉപ്പാക്ക് കാലിന് മുടന്താണ്, നേരെ നടക്കാൻ കഴിയില്ല, വേച്ച് നടക്കണം. അതുകൊണ്ട് ഉപ്പ നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞ് ഉപ്പനെ വീട്ടിൽ തടഞ്ഞു നിർത്തിയതാണ്. എന്നാൽ അതെല്ലാവരോടും പിന്നെ അദ്ദേഹം പറയും, ബദർ നഷ്ടായി, ഇനി എന്നാ ഒരവസരം കിട്ടുക. നിങ്ങൾ നോക്കിയേ, സ്വർഗത്തിലേക്കുള്ള അവസരം ചോദിക്കുന്ന ഒരു സ്വഭാവം, ആ സ്വഭാവത്തിന്റെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. അപ്പോഴാണ് ഉഹുദിന് ആളെ വിളിക്കണമെന്ന് കേട്ട്. ആ ഉഹുദിന് ആളെ വിളിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോ അംർ ഇബ്നു ജുമൂഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട്, റസൂലേ, മക്കൾ ഇപ്പോഴും സമ്മതിക്കണില്ല, എന്നാൽ അങ്ങ് ഒന്ന് പറഞ്ഞിട്ട് എന്നൊന്ന് അനുവാദം ചോദിച്ചു തരണം, മേടിച്ചു തരണം. റസൂലുള്ളാഹി പറഞ്ഞു, മക്കളെ വിളിച്ചിട്ട് 4 മക്കളെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഉപ്പുണ്ടല്ലോ, ആ മുടന്തുള്ള കാല് വെച്ച്, ഇങ്ങനെ ആ മുടന്തുള്ള കാല് വെച്ച് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നടക്കാൻ ആഗ്രഹിക്കാണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉപ്പയെ ഒരിക്കലും തടുക്കണ്ട, ഉപ്പാക്ക് നിങ്ങൾ അനുവാദം കൊടുത്തോളൂ എന്നാണ്. പ്രവാചകന്റെ വാക്ക് മക്കൾ അനുസരിച്ചു. മക്കൾ അനുവാദം കൊടുത്തു. അവസാനം ഒരു വൃദ്ധനായ വ്യക്തി മുടന്തുള്ള കാലും വെച്ച് പ്രിയപ്പെട്ട ഒരു യുദ്ധത്തിന്റെ രണഭൂമിയിലേക്ക് നടന്നെടുക്കുന്ന രംഗം നമ്മൾ ആലോചിക്കും. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താണ്ടായത്? ആ യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹം ഷഹീദായി. ഇതാണ് സ്വഹാബത്തിന്റെ രീതി, സ്വഹാബത്തിന്റെ ശൈലി. സ്വന്തം ജീവിതം വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ അവർ തയ്യാറായവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും ആ അവസ്ഥയില്ല. നമ്മൾ സ്വസ്ഥമായി സമാധാനപരമായി ജീവിക്കുന്ന രാജ്യത്തിലാണ് നമ്മളുള്ളത്, അല്ലെ? നമ്മുടെ വീട് കയറി ശത്രുക്കൾ ആക്രമിക്കുന്ന ഒരവസ്ഥയും നമുക്കൊന്നില്ല. നമ്മൾ ദീന് പറഞ്ഞതിന്റെ പേരിൽ പലപ്പോഴും പല പ്രയാസങ്ങളും നമ്മൾ സഹിക്കുന്നുണ്ടെങ്കിലും, അത് കുടുംബത്തിന് സഹിക്കുന്നുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് മുമ്പേ പറഞ്ഞ കാര്യമാണ്. അഥവാ നമ്മൾ എത്രത്തോളം ദീനിലുണ്ടോ അത്രത്തോളം പരീക്ഷണങ്ങൾ ഉണ്ടാവും. പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കാൻ, യാ റസൂലല്ലാഹ്, അയ്യുന്നാസി അശദ്ദുൽ ബലാ, ഏറ്റവും കൂടുതൽ പരീക്ഷ നടക്കണ്ടായതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണല്ലോ, അംബിയ, ഏറ്റവും കൂടുതൽ പരീക്ഷ ഉണ്ടാകുക അമ്പിയാക്കൾക്ക് എന്ന് മാത്രമല്ല, സുമ്മൽ അംസൽ ഫൽ അംസൽ, പിന്നീട് അമ്പിയാക്കളെ തുടർന്ന് വരുന്ന ആളുകൾക്കാണ്.
നിങ്ങളുടെ ദീന് എത്രത്തോളം കണിശതയുള്ളതാണോ, അല്ലെങ്കിൽ ദീന് എത്രത്തോളം നിങ്ങൾക്ക് നല്ല രൂപത്തിൽ ഉറപ്പുള്ളതാണോ, അത്രത്തോളം നിങ്ങൾക്ക് പരീക്ഷണം കൂടും. ദീന് കുറഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷണങ്ങളും കുറയുമെന്നാണ്. അപ്പൊ നമ്മളെ പരീക്ഷിക്കുന്നതിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു ബേജാറ് കാണിക്കേണ്ടതില്ല, ഒരു പ്രയാസം നമ്മൾ കാണിക്കേണ്ടതില്ല. ഇതേപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇന്ന ഇളമൽ ജസാഇ മഅൽ ഇളമൽ ബലാ, പ്രവാചകന്റെ ഹദീസാണ്. ഒരു മനുഷ്യന്റെ ദീനിന്റെ തീവ്രതക്കനുസരിച്ച് അള്ളാഹു എന്ത് ചെയ്യും? പരീക്ഷണം കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുമെന്നാണ്. ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ തന്നെ അള്ളാഹു ചെയ്യുന്നവരും പരീക്ഷണം കൊടുക്കുന്നു. അവന് പരീക്ഷണം കൊടുക്കും. ഇതാണ് പ്രവാചകന്റെ ജീവിതത്തിൽ ബദറിലൂടെ നമ്മൾ വായിക്കുന്നത്. ഈ പട്ടിണിപ്പാവങ്ങളായ സ്വഹാബത്ത് വലിയൊരു പരീക്ഷണം നേരിട്ടു. പക്ഷേ അള്ളാഹുവിന്റെ വിജയം അവർക്കുണ്ടായത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചത്, അള്ളാഹുവിന്റെ വാഗ്ദാനം അവരിലേക്ക് വന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആദർശത്തിന്റെ കണിശതയും കരുത്തും ധൈര്യവും അവർക്കുണ്ടായിരുന്നു. അതാണ് പിന്നീടും സ്വഹാബത്തിന്റെ ജീവിതം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഖൈബറിലേക്ക് സ്വഹാബത്ത് പുറപ്പെടാണ്. ഖൈബർ യുദ്ധത്തിന് ആ കോട്ട പിടിച്ചടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു കണ്ണിന് അസുഖം ബാധിച്ച് വീട്ടിലിരിക്കുന്നു. അദ്ദേഹം റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഉമ്മനീര് കയ്യിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ പുരട്ടി. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ അസുഖം മാറി. പ്രവാചകന്റെ മുഇസത്താണ്. എന്നിട്ട് അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ ഇസ്ലാമിന്റെ പതാക കൊടുത്തു. ഖൈബറിലേക്ക് പറഞ്ഞയച്ചു. ബലിഷ്ഠമായ കോട്ടകളാണ്. ഓരോ കവാടങ്ങളും അലി റളിയല്ലാഹുവിനെ പറിച്ചെടുത്തിട്ട് ആ കവാടങ്ങളിൽ ചവിട്ടി മുസ്ലിം സൈന്യം കോട്ട കടന്നു. യുദ്ധം കഴിഞ്ഞിട്ട് സ്വഹാബത്ത് പറയാണ്, ആ ഓരോ കവാടങ്ങളും ഞങ്ങൾ ഉയർത്താൻ നോക്കിയപ്പോൾ ഞങ്ങൾ 7 ആളുകൾ ചേർന്നിട്ട് പോലും ഉയർത്താൻ കഴിയാത്ത കവാടങ്ങളാണ് അലി റളിയല്ലാഹു ഒറ്റക്ക് ഉയർത്തിയത് എന്നാണ്. ഞങ്ങൾ 40 ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ 40 ആളുകളെ കൊണ്ട് ഉയർത്താൻ കഴിയാത്ത കവാടങ്ങൾ അലി റളിയല്ലാഹു കൈ കൊണ്ട് പറിച്ചെടുത്തിട്ട് ആ കോട്ട കടന്നിട്ടുണ്ട്. എന്താ കിട്ടിയ കരുത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ ആ കരുത്തും ആ ആദർശവുമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. അതല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാവും. അള്ളാന്റെ വാഗ്ദാനങ്ങൾ എത്ര മനോഹരമാണ്. അള്ളാന്റെ വാഗ്ദാനങ്ങൾ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതലായി നൽകാം. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാം. നിങ്ങൾ എന്നിലേക്ക് നടന്നാൽ ഞാൻ നിങ്ങളിലേക്ക് ഓടിയെടുക്കാം. അല്ലെ? നിങ്ങൾ എനിക്ക് കടം നൽകിയാൽ അത് ഇരട്ടിയാക്കി ഞാൻ തിരിച്ചു നൽകാം. നിങ്ങൾ എന്നെ സഹായിച്ചാൽ ഞാൻ നിങ്ങളെയും സഹായിക്കാം. നിങ്ങളുടെ കാലുകളെ ഞാൻ ഉറപ്പിച്ചു നിർത്താം. അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളാണ്. അള്ളാഹു ഒരിക്കലും എന്തല്ല, വാഗ്ദാനങ്ങളെ ലംഘിക്കുന്നവരല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ബദറിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം, അള്ളാഹിന്റെ സഹായം കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ സഹായിക്കണം. എങ്ങനെ? അവന്റെ ദീനിന്റെ മാർഗത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കലാണ്, അവന്റെ ദീനിനെ സഹായിക്കലാണ്. ആ നിലക്ക് നമുക്ക് ഈ ദീനിനോട് നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാൻ അവസാനിപ്പിക്കാൻ. ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ബദർ എന്ന് പറയുമ്പോൾ അത് ഒരു അറിവിലും അതുപോലെ തന്നെ ഏതാനും ചില ദിവസത്തിലെ ആഘോഷങ്ങളിലും പാട്ടിലും ബൈറ്റിലും എല്ലാം ഒരുമിച്ച് കൂട്ടി ആളുകൾ ഭക്ഷണം കൊടുത്ത് പിരിയുന്നതായി മാറും നമുക്ക് കാണാൻ സാധിക്കും. അല്ലേ? എന്നാണ് ബദറുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ അറിവ് നടക്കുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഹദീസ്, ലഅന അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുണ്ട്, മൻ ദഹബ ബിഗൈരില്ലാഹ്, അല്ലാഹുവിനല്ലാതെ ആരെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി അറുത്താൽ അത് ശപിക്കപ്പെട്ട അറവാണ്. എന്നധികം നമ്മുടെ നാട്ടിലെ ആളുകൾ ഷാഫി മദ്ഹബാണെങ്കിൽ ആ ഷാഫി മദ്ഹബിലെ പണ്ഡിതനായിട്ടുള്ള ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറയാൻ, ഖാലൽ ഉലമാഉ, പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ലൗ ദഹബ മുസ്ലിമുൻ, ഒരു മുസ്ലിമാണ് അറുക്കുന്നത്, ദബീഹതൻ വഖസദ ബിദബീഹിഹാ തഖറബ ബിഹാ ഇലാ ഗൈരില്ലാഹ്, അല്ലാഹുവിന് പുറമെയുള്ള ആളുകളുടെ സാമീപ്യം കിട്ടുവാൻ വേണ്ടി അറുത്തു കഴിഞ്ഞാൽ സാറ മുർത്തദ്ദൻ, അവൻ മുർത്തദ്ദായിപ്പോയി. ആരാ പറയണത്? ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാര് പറയണം, അവർ മുർത്തദ്ദായി പോയിട്ടുണ്ട്. ഫദബീഹതുഹു ദബീഹതു മുർത്തദ്ദിൻ, അവരുടെ അറവും ഒരു മുർത്തദ്. എന്താ മുർത്തദ് എന്ന് പറഞ്ഞാൽ ദീനിന്ന് പുറത്തു പോയ ആളാണ്. മനസ്സിലാവുണ്ടോ? ശർഹ് മുസ്ലിമിൽ ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ കാര്യം പറയുന്നുണ്ട്.
അള്ളാഹുവിന്റെ തൃപ്തിക്കല്ലാതെ മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ അറുത്താൽ അതൊരു വൃത്തത്തിന്റെ അറവാണെന്നാണ്. ഇസ്ലാമിന്റെ ആ വട്ടത്തിൽ നിന്ന് വൃത്തത്തിൽ നിന്ന് പോയ ആളുകളുടെ അറവാണ്. എന്തിനാ ബദരീങ്ങളുടെ പേരിൽ പോറ്റി നടക്കുന്നത്? ബദരീങ്ങളുടെ സാമീപ്യം കിട്ടാൻ, അവരോട് അടുപ്പം ഉണ്ടാകാൻ. അതാര്? മുസ്ലിങ്ങൾ അറക്കാൻ. അത് മുസ്ലിങ്ങൾ അറുത്താലും അത് മുർത്തത്തിന്റെ. ബിസ്മി ചൊല്ലിയിട്ട് അവർ അറക്കുണ്ടാകും. അവർ ന്യായം അതാണ് അല്ലെ. ഞങ്ങൾ ബിസ്മി ചൊല്ലിയിട്ടാണ് അറക്കണത്. പക്ഷെ ബിസ്മി ചൊല്ലി അറുത്തു. എന്തിന്? അത് ബദരീങ്ങളുടെ പേരിലാണ് അല്ലെ, ബദരീങ്ങളുടെ പേരിലാണ്. അവരുടെ സാമീപ്യം കിട്ടാനാണ്, അവരുടെ പൊരുത്തം കിട്ടാൻ, അവിഷ്ടം കിട്ടാനാണ്. അതൊരിക്കലും നീ നമ്മളെ പഠിപ്പിച്ചില്ല. ഇതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അവർ പാടിക്കൊണ്ടിരിക്കുന്ന വരികൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല അല്ലെ. നഷ്ടം സംഭവിച്ചവനെ, ക്ലേശങ്ങൾ സംഭവിച്ചവനെ, ദുഃഖങ്ങൾ വന്നവനെ, എന്തുണ്ടെങ്കിൽ നിങ്ങൾ ആ ബദരീങ്ങളെ വിളിച്ചു ശുഹദാക്കളെ രക്ഷിക്കൂ എന്ന് വിളിച്ചോളുക. ബദരീങ്ങളിൽ ഒന്നാമത്തെ നേതാവ് ആരെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ വരെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തോട് വിട പറയുമ്പോൾ സ്വന്തം വയറ്റില് ജൂതന്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയ ഗോതമ്പിന്റെ അരിമണിയായിരുന്നു, അല്ലെങ്കിൽ ആ ഗോതമ്പിന്റെ മണിയായിരുന്നു. നമ്മൾ അയച്ചു പല ബദറിൽ പങ്കെടുത്ത പല സ്വഹാബികളും മരിക്കുന്ന കോഴ ബാധിച്ചിട്ടാണ്, പ്രയാസപ്പെട്ടിട്ടാണ് മരണപ്പെടുന്നത്. എന്നിട്ട് ഇവിടെ ആളുകൾ ദുഃഖം വരുമ്പോൾ അവരെ നേരെ വിളിക്കുക. എന്നധികം എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളുടെ വറക്കത്തിനെ തുണയാക്കണം യാ റബ്ബന എന്നാണ് പറഞ്ഞത്. ഇനി വരാൻ പോവുകയാണ് അല്ലേ. ബദരീങ്ങളുടെ ആണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ചട്ടിയും കല്ലും പാത്രം ചെമ്പും ഒക്കെയാണ് അവർക്ക് ബദർ എന്ന് പറഞ്ഞാൽ. അവിടെ വാള് കൊണ്ടുള്ള പോരാട്ടമാണെങ്കിൽ ഇവിടെ നെയ്ച്ചോറും ബീഫും കൊണ്ടുള്ള പോരാട്ടം. ഇതൊരു ബദർ എന്ന് പറയുമ്പോൾ ഈ ബദരീങ്ങളെ യഥാർത്ഥത്തിൽ അപമാനിക്കുന്ന രൂപത്തിലേക്ക് സമൂഹം മാറി. നമ്മൾ അതിൽ നിന്നും നിർഭയരാണ്, നമ്മളതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളാണ്. മറ്റുള്ളവർക്ക് ഈ ആദർശം പ്രിയപ്പെട്ടവരെ ചരിത്രം അതിൻ്റെ താളുകളിൽ മറിച്ച് നമ്മൾ വായിച്ചു കൊടുക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം, എത്തിച്ചു കൊടുക്കണം. നമ്മുടെ ഉത്തരവാദിത്തം അതാണ്. അവർക്ക് ഈ ആദർശം നമ്മൾ പറഞ്ഞു കൊടുക്കുക. മനസ്സിലാവുണ്ടോ? ചില ആളുകൾ വീട് ഊട്ടിപ്പോകുന്ന സമയത്ത് ബദരീങ്ങളുടെ പേര് എഴുതി വെക്കും. എന്തിനാ? വീടിന്റെ കാവലിന്. എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ സംസാരിക്കാൻ നമ്മളെ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ വിധം ഈ ബദറിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അവസാനിപ്പിക്കട്ടെ. ഹിജ്റയുടെ 2 ബദർ നടന്നിട്ടുണ്ടെങ്കിൽ ഹിജ്റയുടെ 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. 9 കൊല്ലം ബദർ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ റമദാൻ 17 ഒന്നും നടത്തിയിട്ടില്ല. പിന്നീട് ഹിജ്റയുടെ 13 വരെ ഇസ്ലാമിക രാജ്യം ഭരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോഴും ഇത് നമുക്ക് കാണാൻ കഴിയില്ല. ഹിജ്റയുടെ 23 വരെ 10 കൊല്ലം ഭരണം നടത്തിയത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഹിജ്റയുടെ 23. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന അവസാനത്തെ വർഷം 35. അലി റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ 40 തികക്കുന്നതിന്റെ 6 മാസം മുന്നെയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അഥവാ ഏകദേശം ബദർ കഴിഞ്ഞ് 38 വർഷങ്ങൾ പ്രവാചകനടക്കം 4 ഖുലഫാ റാഷിദീങ്ങൾ അവരുടെ ഭരണം നടത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇത് പരിചയമില്ല. അവസാനത്തെ സ്വഹാബി മരിക്കുന്നത് ഹിജ്റയുടെ 100-ലാണ്. ഹിജ്റയുടെ 100-ൽ 98 കൊല്ലം. അവർക്കൊന്നും ഇത് പരിചയമില്ല. എന്നാണ് നമ്മളെ ആളുകൾ ഞങ്ങൾ പണ്ട് മുതലേ ചെയ്ത്. ഏത് പണ്ട്? ഇവിടുത്തെ പണ്ടാണ്. അവിടെ തലമുറ അങ്ങോട്ട് പോവില്ല. മനസ്സിലാണ്ടോ? ഉത്തമ നൂറ്റാണ്ടിലേക്ക് ഈ ആഘോഷം പോകില്ല, ഈ ആണ്ട് പോകില്ല, ഈ നേർച്ചകൾ പോകില്ല, ഈ അറിവ് പോകില്ല. അപ്പോൾ ഹിജ്റയുടെ 100-ൽ അവസാനത്തെ സ്വഹാബി മരിച്ചെങ്കിൽ ആ സ്വഹാബിക്ക് പോലും ഒരു ദിവസം നടത്തി നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തെളിവുകൾ വെച്ച് ആളുകൾക്ക് മുന്നിൽ എന്ത് ചെയ്യണം? നമ്മളിത് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ഇതിൽ പെട്ടുപോയിരിക്കുന്ന സഹോദരങ്ങളെ തിരുത്താനുള്ള നല്ല ശ്രദ്ധ നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ചരിത്രങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്ന നല്ല മുത്തഖ്യങ്ങൾ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാ നന്മകൾക്കും അല്ലാഹു നമ്മെ സാക്ഷിയാക്കുമാറാകട്ടെ. നമ്മെ തേടി വരുന്ന മുസീബത്തുകൾ അല്ലാഹു നമ്മെ വഴിമാറ്റുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സത്യവിശ്വാസികളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പും, അതുപോലെ തന്നെ ഖുർആൻ പാരായണവും ദിക്റുകളും പ്രാർത്ഥനകളും എല്ലാം
അള്ളാഹു നമ്മിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിനെ പൂർത്തീകരിക്കാനും അനുകൂലമാക്കി തീർക്കുവാനുമുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.